Hi students. Okay, JEE main revision. Today's topics are the and F block elements, coordination compounds and metallurgy. Okay. അപ്പോൾ ഇന്നത്തെ നമുക്ക് ഡിസ്കഷനുള്ള ചാപ്റ്റേഴ്സ് കെമിസ്ട്രിയിലെ ഇനോർഗാനിക്കിൻ്റെ ടോപ്പിക്സ് ആണ് ദി ആൻഡ് എഫ് ബ്ലോക്ക് എലിമെൻറ്റ്സ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആൻഡ് മെറ്റലർജി. മെറ്റലർജി മീൻസ് ഇറ്റ് ഈസ് ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ഓഫ് ഐസൊലേഷൻ ഓഫ് എലിമെൻറ്റ്സ്. അതിൽ ഈ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലിമെൻറ്റ്സ് അതുപോലെ തന്നെ കോർഡിനേഷൻ എന്താണ് ഹൈലി കണക്റ്റഡ് ചാപ്റ്റേഴ്സ് ആണ്. കാരണം ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഡി ആൻഡ് എഫ് ബ്ലോക്കിൻ്റെ ഡി ബ്ലോക്ക് എലിമെൻറ്റ്സിൻ്റെ മെറ്റൽസിൻ്റെ ആപ്ലിക്കേഷൻ ചാപ്റ്ററാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്. ഏറെക്കുറെ പ്രോപ്പർട്ടീസ് കോംപ്ലക്സ് ഇൻഫോമിംഗ് എബിലിറ്റി, അതുപോലെ തന്നെ കോംപ്ലക്സിൻ്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ കളർ ഓഫ് ദ കോംപ്ലക്സസിലെ ഇതെല്ലാം ഏറെക്കുറെ എന്താണ് രണ്ട് ചാപ്റ്ററും കോമൺ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡി ആൻഡ് എഫ് പഠിച്ചവർക്ക് മാത്രമേ കോർഡിനേഷൻ്റെ ഒരു പൾസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കോർഡിനേഷൻ പഠിച്ചെങ്കിൽ ഡി ആൻഡ് എഫിൻ്റെ കംപ്ലീറ്റ് ഒരു ഐഡിയ മനസ്സിലാവുള്ളൂ എന്ന് മനസ്സിലാക്കാം. എനിവേ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലിമെൻറ്റ്സ് കോർഡിനേഷൻ കോമ്പൗണ്ട് മെറ്റലർജിയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടോപ്പിക്സും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. പിന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കിൽ റെയറാണ്, ചാൻസ് കുറവാണ്. പോസിബിളി ഈ ഡി ബ്ലോക്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെയും അതുപോലെ തന്നെ ആ പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെയും ചില ഓക്സിഡൈസിങ് പ്രോപ്പർട്ടീസിനെ ബാലൻസ് ചെയ്യുന്ന കുറേ റിയാക്ഷൻസ് കാണും നിങ്ങൾക്ക് അല്ലേ. പെർമാംഗനേറ്റിൻ്റെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി, ഡൈക്രോമേറ്റിൻ്റെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി, ആ റിയാക്ഷൻസൊക്കെ ബാലൻസ് ചെയ്തിട്ട് അതിൻ്റെ റിഡോക്സ് ആപ്ലിക്കേഷൻസ് നമുക്ക് എന്ത് വരാം, ബാലൻസിങ്ങിനും ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ്റെ ബേസിലെല്ലാം വരാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഡി ബ്ലോക്കിലെ പെർമാംഗനേറ്റിൻ്റെയും ഡൈക്രോമേറ്റിൻ്റെ റിയാക്ഷൻസ് അതിൻ്റെ പ്രൊഡക്ട്സുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റിലേക്ക് എൻ്റർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം മെറ്റലർജി ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഷോസ് കാൽസിനേഷൻ പ്രോസസ്. ഇതിലേതാണ് കാൽസിനേഷൻ? ആക്ച്വലി വാട്ട് ഇസ് കാൽസിനേഷൻ? ഓർ മിനറൽസ് അല്ല, ഓർ മീൻസ് ഫ്രം വിച്ച് മെറ്റൽസ് ആർ എക്സ്ട്രാക്ട് പ്രോഫിറ്റബിളി ആൻഡ് കൺവീനിയൻ്റ്ലി. ആ ഓറിനെ നമ്മൾ കെമിക്കലി ഓർ ഫിസിക്കലി കോൺസെൻട്രേറ്റ് ചെയ്യും ബൈ ഫ്ലോട്ടേഷനോ മാഗ്നറ്റിക് സെപ്പറേഷനോ വഴി നമ്മൾ അവരെന്ത് ചെയ്യും, കോൺസെൻട്രേറ്റ് ചെയ്യും. ഈ കോൺസെൻട്രേറ്റഡ് ഓറിനെ നമ്മൾ എക്സ്ട്രാക്ഷൻ എന്നൊരു മെയിൻ സ്റ്റെപ്പ് എന്തുണ്ട് മെറ്റലർജിയിലുണ്ട്. ഈ എക്സ്ട്രാക്റ്റീവ് മെറ്റലർജിക്ക് രണ്ട് ബൈ സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്പ് 1 എന്താണ്, ഓർ ഇൻറ്റു മെറ്റൽ ഓക്സൈഡ് കൺവേർഷനാണ്, കൺവേർട്ടിങ് ദ ഓർ ഇൻറ്റു മെറ്റൽ ഓക്സൈഡ്. അപ്പോൾ ചോദ്യം വരും, എന്തിനാണ് ഓറിനെ മെറ്റൽ ഓക്സൈഡ് കൺവേർട്ട് ചെയ്യുന്നത്? മറുപടി എല്ലിംഗ്ഹാം ഡയഗ്രാം പറഞ്ഞിരുന്നു നമുക്ക്. എന്തെന്നറിയാം, ടു മേക്ക് ദ റിഡക്ഷൻ ഓഫ് ഓർ മച്ച് ഈസിയർ, to make the reduction become more convenient, more profitable. Why? നമുക്കറിയാം, നമ്മൾ വെല്ലിംഗ്ഹാം ഡയഗ്രം ഒക്കെ പഠിച്ചവരാണ്. ഈ റിഡക്ഷൻ ബൈ യൂസിങ് കാർബൺ ഓർ കാർബൺ മോണോക്സൈഡ് ദ ചീപ്പസ്റ്റ് വേ ആൻഡ് ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ വേ കാർബൺ റിഡക്ഷനാണ്. മെറ്റൽ ഓക്സൈഡ്സിന് നമുക്ക് കാർബൺ വെച്ചിട്ട് സ്പെസിഫിക് സെറ്റ് ഓഫ് ടെമ്പറേച്ചർ കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാം, മെറ്റൽ ഓക്സൈഡ്സിന് കാർബൺ റിഡക്ഷൻ ചെയ്യാവുന്നതാണ്. ശരിയല്ലേ? കാർബൺ റിഡക്ഷൻ പോസിബിൾ ആയിട്ടുള്ള, കാർബൺ റിഡക്ഷൻ ഒക്കെ ആയിട്ടുള്ള ചില മെറ്റൽ ഓക്സൈഡ്സ് ഉണ്ട്. അപ്പോൾ ഓർസുകളെ അത് ഓക്സൈഡ് ആവണം എന്നൊന്നുമില്ലല്ലോ, സൾഫൈഡ് ആവാം, കാർബണേറ്റ് ആവാം, എനിത്തിങ് ലൈക്ക് ദാറ്റ് ആവാം. അപ്പോൾ ഓക്സൈഡ് അല്ലാത്ത എല്ലാ ഓറുകളെയും നമ്മൾ ഓക്സൈഡ് ഫോമിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ such oxides can be reduced into metal by using cheapest reducing agents like carbon or carbon monoxide. That's the need of converting ores into metal oxide. Now ഈ ഓർ ഇൻറ്റു മെറ്റൽ ഓക്സൈഡ് കൺവേർഷൻ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാംസ് രണ്ട് പ്രൊസീജിയറാണ്. ഒന്ന് ഏതാണ്, കാൽസിനേഷൻ, സെക്കൻഡ് വൺ ഇറ്റ് ഈസ് റോസ്റ്റിംഗ് ആണ്. കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇതിൽ കാൽസിനേഷൻ റോസ്റ്റിങ്ങും ഒരു കമ്പാരിസൺ സ്റ്റഡി നമ്മൾ കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ കാൽസിനേഷൻ ആസ് വെൽ ആസ് റോസ്റ്റിംഗ് രണ്ട് പ്രോഗ്രാംസ് ഉണ്ടല്ലോ. ബേസിക് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ റോസ്റ്റിംഗ് കണ്ടക്റ്റഡ് ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആണ്, ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ, ആൻഡ് കാൽസിനേഷൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആണ്. ഓക്കെ, എന്താ നീഡ് എന്താണ്, മെറ്റൽ ഓർ ഇൻറ്റു ഓക്സൈഡ് കൺവേർഷൻ ആണ് നീഡ്, പർപ്പസ് അതാണ്. അപ്പോൾ റോസ്റ്റിംഗ് ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആകുമ്പോൾ നമുക്കതിനെ ഓക്സൈഡാക്കി മാറ്റാൻ ഓക്സിജൻ റിക്വയർഡ് ആണ് എന്ന് പറഞ്ഞാൽ ആ ഓറ് ഓക്സിജൻ ഇല്ലാത്ത ഓറായിരിക്കണം. സോ ബേണിങ് വഴി അത് ഓക്സൈഡായിട്ട് മാറണം. എന്നാൽ കാൽസിനേഷൻ നടത്തേണ്ട ഓർ എന്താണ്, ആബ്സെൻസ് ഓഫ് ഓക്സിജനാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അതിനകത്ത് ഓക്സിജൻ ഉണ്ട്, അത് ഡീകമ്പോസിഷൻ വഴി ഓക്സൈഡായി മാറിക്കൊള്ളും. നമുക്ക് ഈ സിങ്ക് സൾഫൈഡ് ഇൻറ്റു സിങ്ക് ഓക്സൈഡ്, മസ്റ്റായിട്ട് സൾഫൈഡ് ഓക്സൈഡ് ആവണമെങ്കിൽ ഓക്സിജൻ റിക്വയർമെൻ്റ് ആണ്. അത് റോസ്റ്റിംഗ് ആണ്, നോട്ട് കാൽസിനേഷൻ. സെക്കൻഡ്ലി അയൺ ഓക്സൈഡ് പ്ലസ് സിലിക്കേറ്റ് ഗിവ്സ് അയൺ സിലിക്കേറ്റ്. പ്രൊഡക്റ്റ് എന്തല്ല, ഓക്സൈഡ് ഓറല്ല. ഈ കാൽസിനേഷൻ്റെ റോസ്റ്റിങ്ങിൻ്റെയും ഫൈനൽ പ്രൊഡക്റ്റ് എന്താണ്, മെറ്റൽ ഓക്സൈഡ്സ് ആണ്. ഇത് സിലിക്കേറ്റാണ്, സ്ലാഗ് ഫോർമേഷനാണ്.
സ്ലാഗാണ് ഉണ്ടായത്. ഇറ്റ് ഈസ് നോട്ട് റോസ്റ്റിംഗ് ഓർ കാൽസിനേഷൻ, രണ്ടും അല്ല. ഇനി CuFeS2 ഇൻറ്റു Cu2S ആൻഡ് FeS. ഇവിടെ എന്തല്ല പ്രൊഡക്റ്റ്, എന്തല്ല പ്രൊഡക്റ്റ് മിക്സർ, എന്തല്ല ഓക്സൈഡ്സ് അല്ലാത്തത് കൊണ്ടും ഇതെന്തല്ല റോസ്റ്റിങ്ങോ കാൽസിനേഷനോ എക്സ്ട്രാക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പോ അല്ല. മനസ്സിലായില്ലേ? നൗ ഓപ്ഷൻ ഡി ആണെങ്കിലോ ബേസിക് കോപ്പർ കാർബണേറ്റ് ആണ്, അത് ഹീറ്റ് ചെയ്തു നമ്മൾ. സോ പ്രൊഡക്റ്റ് എന്താണ്? CuO. ദെൻ കാർബൺ ഉണ്ടായിരുന്നു, അത് CO2 ആയിട്ട് എസ്കേപ്പ് ചെയ്തു, H2O വാട്ടർ വേപ്പറായിട്ട് എസ്കേപ്പ് ചെയ്തു, ഓർ കൺവേർട്ടഡ് ഇൻ ടു CuO, മെറ്റൽ ഓക്സൈഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു. ഓക്കെ, ഹീറ്റിംഗ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആൻഡ് ദിസ് വൺ ഈസ് കോൾഡ് calcination. So heating of the ore in the absence of air is called calcination. Heating of ore in presence of oxygen is called roasting. Sulfide ore roasting, carbonate ores calcination. ഓക്കെ അല്ലേ? ഇനി അതിന് മാറാതിരിക്കുള്ള ഒരു ഐഡിയ കൂടി പറയാം. കാൽസിനേഷൻ എപ്പോഴും ഓർത്ത് വെക്കാൻ നല്ല എന്താണ്, കാൽസ്യം കാർബണേറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് കാൽസ്യം ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് മാറ്റും. ആ പേര് നോക്ക്, കാൽസിനേഷൻ, കാൽസ്യം കാർബണേറ്റ്. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. കാൽസിനേഷൻ ബെസ്റ്റ് എക്സാമ്പിൾ ആരാണ്? കാൽസ്യം കാർബണേറ്റ്. അപ്പോൾ അത് മാത്രം പഠിച്ചു വെക്കരുത്. കാൽസ്യം കാർബണേറ്റ് ജസ്റ്റ് ഹീറ്റ് ചെയ്താൽ മതി. എന്ത് വേണ്ട? വാട്ടർ ഈസ് നോട്ട് റിക്വയർഡ്. അവിടെ വാട്ടർ വേണ്ട. അവിടെ വാട്ടർ ഇല്ല. കേട്ടല്ലോ? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി തന്നെയാണ് ആൻസർ. ഇനി മറ്റൊരു കാര്യം ഇവിടെ സംശയം വരിക, ഇവിടെ ഇനി എയർ ഉണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? കാൽസിനേഷൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് എയർ എന്നല്ലേ പറയുന്നത്. എയർ ഉണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? അതൊരു ചോദ്യമാണ്. ഹീറ്റിംഗ് ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ അത് പറ്റൂല. ഹീറ്റിംഗ് ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ എന്നല്ല, എയർ എന്നാണ് പറയുന്നത്. ആബ്സെൻസ് ഓഫ് എയർ എന്നാണ് പറയുക. അപ്പോൾ എയർ ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കാം ചിലപ്പോൾ, അല്ലേ? എന്താ കുഴപ്പം? ഈൽഡ് കുറയും. കാരണം ഈ CO2 വാട്ടർ വേപ്പറും എയർ കമ്പോണൻ്റാണ്. അപ്പോൾ ഈ എയർ കമ്പോണൻ്റ് ഓൾറെഡി ആ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടെങ്കിൽ CO2 അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി ഉള്ള അറ്റ്മോസ്ഫിയറിൽ ഇവർ ബ്രേക്കപ്പ് ചെയ്യൂല. ലേഷാറ്റിലെ പ്രിൻസിപ്പിൾ പ്രകാരം റിയാക്ഷൻ ബ്ലോക്ക് ചെയ്യപ്പെടും. ഫോർവേഡ് നടക്കൂല. വൈ? ഓൾറെഡി പ്രൊഡക്റ്റ് മിക്സറിൽ ഉണ്ടാവേണ്ട ഗേഷ്യസ് മിക്സർ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടെങ്കിൽ ആ റിയാക്ഷൻ നടക്കൂല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ക്വിക്കലൈമിൻ്റെ പ്രിപ്പറേഷനിൽ, CaOയുടെ പ്രിപ്പറേഷനിൽ ഫ്രം കാൽസ്യം കാർബണേറ്റ് എന്ന് പറയാം. എന്താണ് അവിടെ ഉണ്ടാവുന്ന CO2നെ പെട്ടെന്ന് ഡിസ്പ്ലേസ് ചെയ്യണം, ഇല്ലെങ്കിൽ റിയാക്ഷൻ ഫോർവേഡ് നടക്കില്ല, റിയാക്ഷൻ ബാക്ക്വേർഡ് നടക്കുമെന്ന് പറയാറില്ല. അപ്പോൾ അവിടെ എന്താണ് ആ പ്രൊഡക്റ്റ് ഗ്യാസ് മിക്സർ മോസ്റ്റ് ഓഫ് ദ ആണെങ്കിൽ മെയിൻലി എന്താണ് നോർമൽ എയർ കോമ്പോണൻസ് ആണ്. അപ്പോൾ അവരുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഈ റിയാക്ഷൻ എന്തില്ല കംപ്ലീറ്റ് നടക്കില്ല. അതെന്തായി പോവും? റിവേഴ്സ് ചെയ്യപ്പെടും. ലേഷാറ്റ് പ്രിൻസിപ്പിൾ ബ്ലോക്ക് ചെയ്യും. മനസ്സിലായില്ലേ? ഓപ്ഷൻ ഡി ഈസ് ദി ആൻസർ. മനസ്സിലായില്ലേ? ഓക്കെ, ഇനിയിപ്പോൾ റോസ്റ്റിംഗ് ഇല്ലേ, അവിടെ ആബ്സെൻസ് ഓഫ് എയർ എന്നല്ല, അവിടെ പ്രസൻസ് ഓഫ് എയർ എന്നാണ് പറയുന്നത്. കാരണം ഈ ഓക്സിജൻ ഇല്ലാണ്ട് എങ്ങനെ സിങ്ക് സൾഫൈഡ് ഓക്സിജനായിട്ട് മാറുക? ആ ട്രാൻസ്ഫോർമേഷൻ സൾഫർ O ആവണ്ടേ? ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ് ആണ്. അപ്പോൾ സൾഫർ O ആവാൻ വെറുതെ ആവില്ലല്ലോ. അപ്പോൾ ഓക്സിജൻ്റെ സപ്ലൈ മസ്റ്റായിട്ട് വേണം. ഓക്സിജൻ്റെ ആബ്സെൻസിൽ എന്ത് നടക്കില്ല? റോസ്റ്റിംഗ് നടക്കില്ല. ക്ലിയർ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2. ദിസ് ക്വസ്റ്റ്യൻ ഫ്രം കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. ഡെൽറ്റ O amount of splitting the crystal field stabilization energy, the splitting gap is less than pairing energy. The correct electronic configuration for D6 system will be, pairing എനർജിനേക്കാളും കുറവാണ് സ്പ്ലിറ്റിംഗ് ഗ്യാപ്പ് എങ്കിൽ അവിടെ D6 സിസ്റ്റത്തിൻ്റെ കേസിൽ കോൺഫിഗറേഷൻ എന്തായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ ഒക്ടാഹൈഡ്രൽ ആണ്, ലിഗാൻഡ് ഫീൽഡ് ഒക്ടാഹൈഡ്രൽ ആണ്. For an octahedral ligand field, d orbital splits like this, T2G and EG. ഇവിടെ this is what is called delta O. It's less than pairing energy. It's less than pairing energy. അപ്പോൾ ഇവിടെ ഇത് T2G ആണ്, triply degenerated, and this one EG ആണ്, doubly degenerated. അപ്പോൾ just to try to write the configuration according to this concept ആണ്. അതിനാദ്യം ഡിയിൽ 1 ആണെങ്കിൽ T2Gയിൽ 1 വരും, ലോവർ എനർജി ലെവലിൽ ഫിൽ ചെയ്യപ്പെടും. അപ്പോൾ T2Gയിൽ 1 വന്ന് EGയിൽ 0 തന്നെ, പ്രത്യേകിച്ച് ആരുമില്ല. ഡിയിൽ 2 വന്നാലോ D2, അത് T2G തന്നെയാണ്. സോ 1ഉം 2ഉം അല്ലേ, T2Gയിൽ 2 വന്നു, EGയിൽ 0 ആയി. സോ 1 and 2 എവിടെയാണ്? ഇറ്റ് ഇസ് T2Gയിലാണ്. T2G 3 വന്നാലോ D3 അല്ലേ, T2G 3, അപ്പോഴും EG എന്താണ്? 0 ആണ്. ഇനി D4-നാണ് പ്രശ്നമുള്ളത്. D4-ന് 4th ഇലക്ട്രോണിന് മുന്നേ 2 ഓപ്ഷൻ ഉണ്ട്.
ഒന്നുകിൽ ആൾക്ക് എന്ത് ചെയ്യാം, ഇ ജിയിലേക്ക് എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ T2Gയിൽ പെയർ ചെയ്യാം. ഇപ്പോൾ T2G എന്ന ലോവർ ലെയറിൽ ലോവർ എനർജി ലെവലിൽ പെയറിങ് നടക്കണമെങ്കിൽ എന്താണ്, എല്ലാ ഓർബിറ്റൽസും സിംഗിളി ഒക്യുപ്പൈഡ്, എല്ലാവരും സിംഗിളി ഒക്യുപ്പൈഡ് ആണ്. അപ്പം പെയർ ചെയ്യണമെങ്കിലോ അവിടെ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആളുമായിട്ട് എന്ത് ചെയ്യണം, ഓൾറെഡി അവിടെയുള്ള എക്സിസ്റ്റിംഗ് ആളുമായിട്ട് പെയർ ചെയ്യണം. അപ്പോൾ റിപ്പൽഷൻ ഉണ്ടാവും, ഇലക്ട്രോണിക് റിപ്പൽഷൻ. ആ ഇലക്ട്രോണിക് റിപ്പൽഷൻ ഓവർകം ചെയ്യാണ്ട് ആൾക്കൂടെ പെയർ ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇനി കയറി ചെല്ലേണ്ട ആളാരാ, അതും ഇലക്ട്രോൺ ആണ്. അപ്പോൾ അതുമായിട്ട് പെയർ ചെയ്തിട്ട് ഇവിടെ D4 ഇവിടെ പെയർ ചെയ്യണമെങ്കിൽ എന്താ കണ്ടീഷൻ, it should overcome what is pairing energy or should overcome what is the repulsion from the already existing electron. പക്ഷേ ആ റിപ്പൾഷൻ ഓവർകം ചെയ്യാൻ വേണ്ട എനർജിയും ഈ എനർജി ബാരിയർ ക്രോസ് ചെയ്യാൻ വേണ്ട എനർജിയും കമ്പയർ ചെയ്യുമ്പോൾ ഈ എനർജി ഗ്യാപ്പാണ് കുറവെങ്കിൽ അവിടെ റിപ്പൾഷൻ സഹിച്ച് ഞാൻ അവിടെ നിൽക്കില്ല, ഞാൻ പോവുകയാണ്, എന്നിട്ട് ആൾ എങ്ങോട്ട് പോകും, ഇ ജിയിലേക്ക് പോകും. അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ T2Gയിൽ പെയർ ചെയ്യാൻ വേണ്ട റിപ്പൾഷൻ ഓവർകം ചെയ്യാൻ വേണ്ട എനർജി T2Gയിൽ നിന്ന് ഇ ജിയിലേക്ക് പോകാൻ വേണ്ട എനർജിനേക്കാൾ കുറവാണെങ്കിൽ, പെയറിംഗ് എനർജി മോർ മീൻസ് മോർ റിപ്പൾഷൻ ഈസ് ദയർ, ദ റിപ്പൾഷൻ ഈസ് സ്ട്രോങ്ങർ എന്ന് പറഞ്ഞാൽ മറ്റൊരു മീനിങ് എന്താണ്, ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദീസ് ടു ലെവൽസ് ഇസ് വെരി സ്മാൾ. അത്തരം സിറ്റുവേഷനിൽ ഇലക്ട്രോൺ എങ്ങോട്ടാ പോവുക, നേരെ ഇ ജിയിലോട്ട് പോവും, ഇവിടെ നിൽക്കൂല. അപ്പോൾ D4 എന്ന് പറഞ്ഞാൽ T2G3 ആൻഡ് EG1 എന്നാ വരിക. സ്ട്രോങ് ഫീൽഡ് ആ വീക്ക് ഫീൽഡാ, വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. അതാണ് ഗ്യാപ്പ് സ്മോൾ വരുന്നത്. ലിഗാൻഡ് സ്ട്രോങ് ആയാലോ ഈ ഗ്യാപ്പ് കൂടും, അപ്പോൾ പെയറിങ് എനർജി ആയിരിക്കും സ്മോള്, അപ്പോൾ പെയറിങ് ആണ് നടക്കുക സ്ട്രോങ് ഫീൽഡിലാകുമ്പോൾ. സെയിം കേസ് സ്ട്രോങ്, ഇത് വീക്ക് ഫീൽഡ് അല്ലേ, അത് സ്ട്രോങ്ങർ ഫീൽഡിലായി കഴിഞ്ഞാൽ T2G4 ആൻഡ് EG0 എന്ന് വരിക. ഇനി D5 ആണെങ്കിലോ, 5th അത് വീക്ക് ഫീൽഡിൽ ഇങ്ങോട്ട് തന്നെ പോയിട്ടുണ്ട്, അപ്പോൾ T2G3 EG2 എന്ന് വരും. എങ്ങാണ് സ്ട്രോങ് ഫീൽഡ് ആയിരുന്നെങ്കിലോ അതും എവിടെ വരും, T2G4 തന്നെ, T2G തന്നെ വരും. 1 2 3 4 5 T2G5 ആവും, EG0 ആയിരിക്കും. ഇനി D6th ഇലക്ട്രോൺ എങ്ങോട്ട് പോവുക, ഇപ്പോൾ എല്ലാം സിംഗിൾ ഒക്യുപ്പൈ ചെയ്തു, നോ പെയറിംഗ് ടേക്സ് പ്ലേസ്. അപ്പോൾ T2Gയിൽ റീസ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ T2Gയിൽ എത്രയായി, T2G വിത്ത് 4 ഇലക്ട്രോൺ, EG വിത്ത് 2 ഇലക്ട്രോൺ. അത് സ്ട്രോങ് ഫീൽഡ് ആയിരുന്നെങ്കിലോ T2G ഇപ്പോൾ 6 ആയി, EG അപ്പോഴും 0 ആയി. അപ്പോൾ വീക്കർ ഫീൽഡാണെന്ന് മനസ്സിലായി. അതെങ്ങനെ മനസ്സിലായത്, ഡെൽറ്റ ഓർ ലെസ് ദാൻ പെയറിംഗ് എനർജിയാണ്. അപ്പോൾ ഏതാണ് ആൻസർ വരിക, T2G4 EG2, T2G4 EG2. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ഇനി D7 കൂടെ ഉണ്ട് പറയാം നമുക്ക്. D7th എങ്ങോട്ട് പോവുക, T2G തന്നെ വരിക, T2G5 EG2. അത് സ്ട്രോങ് ഫീൽഡിലാണെങ്കിലോ T2G6 ആൻഡ് EG1 എന്ന് വരും. ഓക്കെ, D8 ആയാലോ, D8 ഓൺവേർഡ് അത് T2G6 EG2, ഇപ്പുറം T2G6 EG2. ഇതിൽ നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ടു, ഒക്ടാഹെഡ്രൽ ലിഗാൻഡ് ഫീൽഡിൽ D4 D5 D6 D7 മാത്രമാണ്. സ്ട്രോങ്ങർ ഫീൽഡിലും വീക്കർ ഫീൽഡിലും ഈ കോൺഫിഗറേഷണൽ ഡിഫറൻസ് വരുന്നത്. D1 D2 D3 D8 D9 D10 അതെന്താണ്, സെയിം ആയിരിക്കും ഈ രണ്ട് ഫീൽഡിലും. സ്ട്രോങ് ഫീൽഡിലും വീക്ക് ഫീൽഡിലും D1 D2 D3 D8 D9 D10 എന്താണ്, സെയിം ആണ്. ആകെ ഡിഫറൻസ് വരുന്ന എവിടെയാ, D4 D5 D6 ആൻഡ് D7 ഇതിൽ മാത്രം ഡിഫറൻസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് NCERT കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കാണാൻ നിങ്ങൾക്ക് D4 to D7 വരെ ഉള്ളതിൽ സ്ട്രോങ് ഫീൽഡ് എന്താണ്, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിൽ ദ കോംപ്ലക്സ് എക്സ്ട്രാ സ്റ്റേബിൾ ആണ്. ഈ കോൺഫിഗറേഷൻ NCERT കട്ട് ആൻഡ് പേസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണത്, അത് ശ്രദ്ധിച്ചുകൊണ്ടു. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് എക്സ്ട്രാ സ്റ്റെബിലൈസേഷൻ ആർക്കാ, D4 D5 D6 D7. ഓക്കെ, അപ്പോൾ അതും കൂടെ ഞാൻ പറഞ്ഞു, NCERT ഉള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അബദ്ധം ചാൻസ് ഉള്ളത് D4 സ്ട്രോങ് ഫീൽഡ് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അറിയാണ്ട് എന്ത് ചെയ്യും, D4 സ്ട്രോങ് ഫീൽഡ്. ചില ആളുകൾ വിചാരിക്കും ആ D4 സ്ട്രോങ് ഫീൽഡ് അല്ലേ, അപ്പോൾ D ഇങ്ങനെ വരക്കും, 1 2 സ്ട്രോങ് ഫീൽഡ് അല്ലേ, 3 4 കഥ കഴിഞ്ഞെന്നും പറയും. തെറ്റാ, ശ്രദ്ധിച്ചുകൊണ്ടു. T2 നിങ്ങളിങ്ങനെ വരക്കുന്നത് കുഴപ്പമൊന്നുമില്ല, ബട്ട് T2 വേറെയും EG വേറെയും പറയേണ്ടി വരും. ഇത് T2G, ഇത് EG. D4 സ്ട്രോങ് ഫീൽഡാണ്. 1 2 3 ഫീൽഡ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ എന്താണ്, ഡെൽറ്റ ഓ മോർ ദാൻ പെയറിംഗ് എനർജി, പെയറിംഗ് ഫേവേർഡ് ആയിരിക്കും.
മനസ്സിലായോ? നിങ്ങൾ ഇങ്ങനെ എഴുതിയാണ്ട് എല്ലാം പേഡാണ്, നോ അൺപെയ്ഡ് ഇലക്ട്രോൺ, ഡൈപോൾ മൊമെന്റ് സീറോ ഒന്നും പറയാൻ പോകണ്ട കേട്ടോ. മാഗ്നറ്റിക് മൊമെന്റ് സീറോ ഒന്നും പറയാൻ പോകണ്ട കേട്ടോ. ഡൈപോൾ മൊമെന്റ് അല്ല, മാഗ്നറ്റിക് മൊമെന്റ് സീറോ ഒന്നും പറയരുതേ. ഇപ്പോൾ D4 സ്ട്രോങ് ഫീൽഡ് എന്താണ്? 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. മാഗ്നറ്റിക് മൊമെന്റ് 2 പോയിന്റ് സംതിങ് വരും. √3 ആയിരിക്കും അല്ലേ? √3 എത്ര വരിക? √8 ഇരിക്കും. √8 വരിക. √8 ആണ് മാഗ്നറ്റിക് മൊമെന്റ് വരിക, സ്പിൻ മൊമെന്റ്. ഓക്കെ, അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം അതിൻ്റെ കൂടെ. ശരി, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3. Which of the following is correct about refining of metals in metallurgical process? Refining of metals in metallurgy. What is refining? It is purification of metal. What is refining? Purification of metal. അപ്പോൾ പ്യൂരിഫിക്കേഷൻ ഓഫ് ഓറിൻ്റെ പേരെന്താ? അത് കോൺസെൻട്രേഷൻ എന്നാ പറയുക. ശ്രദ്ധിക്കണം കേട്ടോ. കോൺസെൻട്രേഷൻ എന്താ? പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർ ആണ്. പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റലിൻ്റെ പേരാണെന്ത്? റിഫൈനിങ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് എബൌട്ട് റിഫൈനിങ് ഓഫ് മെറ്റൽസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ എ, ഓക്സിഡേഷൻ പ്രോസസ് ഓഫ് റിഫൈനിങ് ഈസ് യൂസ്ഡ് വെൻ metal has more affinity for oxygen than impurity. Oxidation process of refining is used when metal has more affinity for oxygen than impurity. നമുക്ക് എന്താ വേണ്ടേ? മെറ്റലിനല്ലേ വേണ്ടത്. അതേസമയം ഇമ്പ്യൂരിറ്റി ആയിട്ടുള്ള ഒരാൾ അവിടെ ഉണ്ട്. അപ്പോൾ ഓക്സിഡേഷൻ പ്രോസസ്സ് യൂസ് ചെയ്താൽ മെറ്റൽ ഈ ഓക്സിജനോട് കൂടിയിട്ട് മെറ്റൽ ഓക്സൈഡ് ആവില്ലേ? നമ്മളെടുത്ത വർക്കെല്ലാം വേസ്റ്റ് ആവില്ലേ? നമ്മൾ ഈ മെറ്റൽ ഓക്സൈഡിനെയാണ് നമ്മൾ എന്താക്കി മാറ്റുന്നത്? മെറ്റലാക്കി മാറ്റുന്നത്. അപ്പോൾ ഒരു മെറ്റലിന് ഓക്സൈഡ് മോർ അഫിനിറ്റി ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും അയാൾ എന്ത് ചെയ്യാൻ പാടില്ല? ആ ഓക്സിജൻ്റെ പ്രസൻസിൽ ഓക്സിഡേഷൻ പ്രോഗ്രാം ചെയ്യാനേ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, മസ്റ്റായിട്ട് എന്താ പ്രശ്നം എന്നുള്ളത് എന്താണ്? ആ മെറ്റൽ ഓക്സിജനുമായിട്ട് മെറ്റൽ ഓക്സൈഡായിട്ട് മാറും. അതേസമയം മെറ്റലിനല്ല, ഇമ്പ്യൂരിറ്റിക്കാണ് ഓക്സിജനോട് മോർ അഫിനിറ്റി എങ്കിലോ ആ ഇമ്പ്യൂരിറ്റി ഓക്സിജൻ എടുത്തിട്ട് അത് ഓക്സൈഡായിട്ട് എസ്കേപ്പ് ചെയ്തോളും. ഫോർ എക്സാമ്പിൾ നോക്ക്, സിൽവർ ആൻഡ് ലെഡ്, രണ്ടാളുകൾ, സിൽവറിനകത്ത് ലെഡ് ഉണ്ട്. അവരൊന്ന് അപ്പോൾ സിൽവറിനൊന്ന് പ്യൂരിഫൈ ചെയ്യണം. അതിനകത്ത് ആരുണ്ട്? ലെഡ് ഉണ്ട്. ലെഡിനെ റിമൂവ് ചെയ്യണം. ഇവിടെ ഓക്സിജനുമായിട്ട് അഫിനിറ്റി പറയുമ്പോൾ ലെഡിനാണ് കൂടുതൽ. വായി സിൽവർ ഇനേർട്ട് മെറ്റലാണ്, അയാൾക്ക് എന്തെങ്കിലും ഓക്സിജനോ ഓക്സൈഡുമായിട്ടോ ആ ഒരു സ്റ്റെബിലൈസേഷൻ കുറവാണ്. അപ്പോൾ സിൽവറിന് ഓക്സിജനോട് അഫിനിറ്റി ഹൈ ടെമ്പറേച്ചറിൽ. അതേസമയം ലെഡ് എന്ത് ചെയ്യും? ഇറ്റ് ഫോംസ് ലെഡ് ഓക്സൈഡ്സ് വിച്ച് ഈസ് വോളട്ടൈൽ ആൻഡ് എസ്കേപ്സ് ഔട്ട്. ലെഡിൻ്റെ ഓക്സൈഡ് എന്താണ്? വോളട്ടൈലാണ്, അത് എസ്കേപ്പ് ചെയ്ത് പോകും. അതേസമയം സിൽവർ ആണെങ്കിലോ അത് ഇനേർട്ട് മെറ്റലാണ്. ദാറ്റ് കനോട്ട് ഫോം ഓക്സൈഡ് ഓർ ദാറ്റ് ഡു നോട്ട് ഫോം ഓക്സൈഡ് ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചറിൽ മെറ്റൽസിൻ്റെ ലെസ് റിയാക്റ്റീവ് മെറ്റൽസിൻ്റെ ഓക്സൈഡ്സ് തെർമലി അൺസ്റ്റേബിൾ ആയിരിക്കും. നിങ്ങളുടെ എല്ലിംഗ ഡയഗ്രാം ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കൊണ്ടു. ആ എല്ലിംഗ ഡയഗ്രാമിൽ ഏറ്റവും ടോപ്പിൽ അഥവാ ഡെൽറ്റാ ജി ഫോർ ദ ഫോർമേഷൻ ഓഫ് ഓക്സൈഡ് ഏറ്റവും ലീസ്റ്റ് നെഗറ്റീവ് ഉള്ള ആളായിരിക്കും എന്നറിയോ? ഈ ലെസ് റിയാക്റ്റീവ് മെറ്റൽസ് ആയ സിൽവറും ഗോൾഡും കോപ്പറൊക്കെ ഏറ്റവും ടോപ്പിലുണ്ടാവുക. വായി അവരുടെ ഓക്സൈഡ്സ് അൺസ്റ്റേബിളാണ്. ഡെൽറ്റാ ജി വെരി ലെസ് നെഗറ്റീവ്. ഒന്ന് ഹീറ്റ് ചെയ്യുന്നത് ബ്രേക്കപ്പ് ആയിട്ട് ആൾ എസ്കേപ്പ് ചെയ്ത് പോയിക്കോളും അവിടെ. എനിവേ, അപ്പോൾ സിൽവർ ഇപ്പം എന്ത് ചെയ്യില്ല? സിൽവർ എന്ത് ഫോം ചെയ്യില്ല? സിൽവറിൻ്റെ ഓക്സൈഡ് ഫോം ചെയ്യില്ല. വായി ഇറ്റ്സ് ഓക്സൈഡ്സ് ആർ അൺസ്റ്റേബിൾ അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഓക്സൈഡ്സ് ആർ സ്റ്റേബിൾ അറ്റ് ലോവർ ടെമ്പറേച്ചർ ഉള്ളി. ഹൈ ടെമ്പറേച്ചർ ലെവൽ എന്താണ്? ലെസ് സ്റ്റേബിൾ ആണ്. ഇറ്റ് ഇസ് എവിഡൻറ്റ് ഫ്രം എല്ലിംഗാം ഡയഗ്രാം. മനസ്സിലായില്ലേ? അപ്പോൾ ലെഡിന് എന്ത് ചെയ്യാം? ഇറ്റ് ക്യാൻ ഫോം വോളട്ടൈൽ ഓക്സൈഡ്. ഇറ്റ് ക്യാൻ ഫോം വോളട്ടൈൽ ഓക്സൈഡ്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ തെറ്റാണ്. മെറ്റലിന് മോർ അഫിനിറ്റി അല്ല, മെറ്റലിന് ലെസ് അഫിനിറ്റിയും അതുപോലെ തന്നെ ഇമ്പ്യൂരിറ്റിക്ക് മോർ അഫിനിറ്റിയാണ് വേണ്ടത്. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്, ഇൻകറക്റ്റ് ആണ്. ഇനി ക്യുപ്പലേഷൻ മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ ഇമ്പ്യൂരിറ്റി ഹാസ് ടെൻഡൻസി ടു ഫോം നോൺ വോളട്ടൈൽ ഓക്സൈഡ്. ഇമ്പ്യൂരിറ്റി ഹാസ് ടെൻഡൻസി ടു ഫോം നോൺ വോളട്ടൈൽ ഓക്സൈഡ്. ഇവിടെ ക്യുപ്പലേഷൻ്റെ കേസ് ഇപ്പം ഞാൻ പറഞ്ഞ സിൽവർ ആൻഡ് ലെഡ്, ദ പ്രോസസ് കോൾഡ് ക്യുപ്പലേഷൻ ആണ്. വേർ ഇമ്പ്യൂരിറ്റി ഹാവ് മോർ അഫിനിറ്റി ഫോർ ഓക്സിജൻ ആണ് ആൻഡ് ഹാസ് ദ ടെൻഡൻസി ടു ഫോം ഓക്സൈഡ്, ബട്ട് വിച്ച് ഈസ് വോളട്ടൈൽ. നോൺ വോളട്ടൈൽ അല്ല, ഇറ്റ് ഷുഡ് ബി വോളട്ടൈൽ ആവണം. അപ്പോൾ ആ സെഡൻ തെറ്റിയില്ലേ? അപ്പോൾ ലെഡ് ഓക്സൈഡ് ആയാൽ പോരാ, ആ ലെഡ് ഓക്സൈഡ് എസ്കേപ്പ് ചെയ്യണം. അപ്പോൾ ആ വെസലിൽ ആ പോട്ടിൽ ആര് മാത്രം ബാക്കിയാവും? സിൽവർ മാത്രം ബാക്കി. ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഓക്സൈഡ് ആവും, ഓക്സൈഡ്സ് എല്ലാം വോളട്ടൈലാണ്, എസ്കേപ്സ് ഔട്ട്. അപ്പോൾ അത് ഓക്കെ. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഇനി ഡ്യൂറിങ് പോളിംഗ് ദ മോൾട്ടൺ മെറ്റൽ ഈസ് സ്റ്റിർഡ് വിത്ത് റോ വുഡൻ പോൾ ടു ക്രിയേറ്റ് റെഡ്യൂസിങ് എൻവയോൺമെൻറ്റ്. പോളിങ്ങിൻ്റെ സമയത്ത് എന്താ പോളിങ്? ഫോർ എക്സാമ്പിൾ കോപ്പറിൻ്റെ മെറ്റലിൽ CO2O വരിക. ഓക്കെ,
കോപ്പറിൽ ആര് വരിക Cu2O. When metal oxides of metal present as impurity, oxides of metal present as impurity, ഒരു മെറ്റലിൽ ആ മെറ്റൽ തന്നെ ഓക്സൈഡ് എന്ത് ചെയ്യുക, ഇമ്പ്യൂരിറ്റി ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത്തരം കോണ്ടെക്സ്റ്റ് മാനേജ് ചെയ്യാൻ നമ്മൾ ആരെ യൂസ് ചെയ്യുക, പോളിംഗ് യൂസ് ചെയ്യുക. ദ മോൾട്ടൺ മെറ്റൽ ഇസ് സ്റ്റിയർഡ് യൂസിങ് ഗ്രീൻ ലോഗ്സ് ഓഫ് വുഡ്, ഗ്രീൻ വുഡൻ ലോഗ് യൂസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഈ വുഡൻ വാം ആവുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് ഗ്യാസസ് റിലീസ് ആവും. എസ്പെഷ്യലി നാച്ചുറൽ ഗ്യാസിലേക്ക് മീഥെയിൻ ഗ്യാസ് റിലീസ് ആവും. ഈ ഗ്യാസിന് എന്ത് ക്വാളിറ്റി ഉണ്ട്, ഇതൊക്കെ ആക്ട് ആസ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഓക്കെ, സോ ഡ്യൂറിങ് പോളിംഗ് ദ മോൾട്ടൺ മെറ്റൽ സ്റ്റിയർഡ് വിത്ത് റോ വുഡൻ പോൾ ടു ക്രിയേറ്റ് റെഡ്യൂസിങ് എൻവയോൺമെന്റ്. സോ ഇങ്ങനെ റിലീസ് ആവുന്ന ഹൈഡ്രോ കാർബൺ ഗ്യാസിലെ ഇവർക്ക് ഈ മെറ്റൽ ഓക്സൈഡ്സിൻ്റെ ഓനെ ഇൻടേക്ക് ചെയ്യാൻ പറ്റും. Cu2 ഓൺ എന്താക്കി മാറ്റി ഒരു CO ആക്കി തരും. അതേസമയം CH4 C ബിക്കം CO2, H ബിക്കം H2O, ഇങ്ങനെയാണ് വരിക. മനസ്സിലായോ? അപ്പോൾ CO2 H2O ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? സോ ഡ്യൂറിങ് പോളിംഗ് ദ മോൾട്ടൺ മെറ്റൽ, അവിടെ കണ്ടീഷൻ എന്താണ്, ദ മെറ്റൽ കണ്ടെയ്നിങ് ഇറ്റ്സ് ഓൺ ഓക്സൈഡ് ആസ് ഇമ്പ്യൂരിറ്റി, മെറ്റൽ കണ്ടെയ്നിങ് ഇറ്റ്സ് ഓൺ ഓക്സൈഡ് ആസ് ഇമ്പ്യൂരിറ്റി ഇസ് ട്രീറ്റഡ് വിത്ത് മീഥെയിൻ. അതല്ലെങ്കിൽ ആ ഗ്രീൻ വുഡിൽ നിന്ന് റിലീസ് ആവുന്ന metal hydride, carbon dioxide means methane, which can act as a reducing agent. It reduces metal oxides into metal. മെറ്റൽ ഓക്സൈഡ് മെറ്റലായിട്ട് മാറും. ആ കാർബൺ ഹൈഡ്രജൻ CO2 ഗ്യാസ് H2 ഗ്യാസ് ആയിട്ട് എസ്കേപ്പ് ചെയ്യും അവിടെ. അപ്പോൾ C കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി ഓപ്ഷൻ ഡി നോക്ക്, സോൺ റിഫൈനിങ് ഈസ് യൂസ്ഡ് വെൻ ഇമ്പ്യൂരിറ്റീസ് ആർ ലെസ് സോലബിൾ ഇൻ മോൾട്ടൺ മെറ്റൽ ദാൻ ഇൻ സോളിഡ് മെറ്റൽ. അവിടെ നമ്മൾ സോൺ റിഫൈനിങ്ങിൻ്റെ പ്രത്യേകം കണ്ടീഷൻ പറയുന്നത് എന്താണ്, ഇമ്പ്യൂരിറ്റീസ് ആർ മോർ സോലിബിൾ, ലെസ് അല്ല, മോർ സോലിബിൾ ഇൻ മോൾട്ടൺ മെറ്റൽ ദാൻ ഇൻ സോളിഡ് മെറ്റൽ. അപ്പോൾ സോളിഡ് ഫോമിനേക്കാളും കൂടുതൽ സോലിബിലിറ്റി എവിടെ വരുന്നത്, ഇറ്റ് ഇസ് ഇൻ മോൾട്ടൺ സ്റ്റേറ്റിലാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു എൻഡ് ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ മെൽട്ടാവും, അവിടെ ഇമ്പ്യൂരിറ്റി മോർ ഡിസോൾവ് ആയി. നമ്മൾ ആ ഹീറ്റിംഗ് ആപ്പാരറ്റസ് നീക്കി കഴിഞ്ഞാൽ ഇവിടെ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പതുക്കെ പതുക്കെ ക്രിസ്റ്റലൈസ് ചെയ്യും, കുഞ്ഞു കുഞ്ഞു ക്രിസ്റ്റൽസ് അപ്പിയർ ചെയ്യും. ക്രിസ്റ്റലൈസേഷൻ നടക്കുമ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യും, അതിൽ നിന്ന് ഇമ്പ്യൂരിറ്റീസ് മോൾട്ടൺ പാർട്ടിലേക്ക് സ്ലിപ്പ് ചെയ്യും. അപ്പോൾ രണ്ട് മെൽറ്റാണ്, അവിടെ ഇമ്പ്യൂരിറ്റി ഹാപ്പിയാണ്. നമ്മൾ ആ ഹീറ്റിംഗ് ആപ്പാരറ്റസ് ഇങ്ങോട്ട് വെക്കുന്ന സമയത്ത് ഇവിടെ എന്താ സംഭവിക്കുക, പതുക്കെ പതുക്കെ ഫ്രീസ് ചെയ്യും, ക്രിസ്റ്റലൈസേഷൻ നടക്കും. അപ്പോൾ അവിടെയുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം മോൾട്ടൺ പാർട്ടിലോട്ട് സ്ലിപ്പ് ചെയ്ത് ഇങ്ങോട്ട് മാറും. അപ്പോൾ ഇവിടെ മെൽറ്റ് ചെയ്തപ്പോൾ ഇവിടെ എല്ലാം ഇമ്പ്യൂരിറ്റി ഇവിടെ എത്തി. നമ്മൾ ആ ഹീറ്റിംഗ് ആപ്പാരറ്റസ് ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി. അതിങ്ങനെ നീക്കി കൊണ്ടുവന്നാൽ എന്താ സംഭവിക്കുക, ആ മോൾട്ടൺ പാർട്ടിൻ്റെ കൂടെ ഇമ്പ്യൂരിറ്റീസ് ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ അവിടെ ഇമ്പ്യൂരിറ്റിൻ്റെ ക്വാളിറ്റി എന്താണ്, ദേ ആർ മോർ സൊല്യൂബിൾ ഇൻ മോൾട്ടൺ മെറ്റൽ, സൊല്യൂബിൾ ഇൻ മോൾട്ടൺ മെറ്റൽ. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ ലെസ് സൊല്യൂബിൾ അല്ല, മോർ സൊല്യൂബിൾ, തെറ്റാണ്. ഓപ്ഷൻ സി മാത്രമാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത്, ബാക്കിയെല്ലാം തെറ്റാണ്. ഈ സോൺ റിഫൈനിങ്ങിൻ്റെ പ്രിൻസിപ്പിളായിട്ട് പറയുന്നതിന് എന്താണ്, ഇമ്പ്യൂരിറ്റീസ് ആർ മോർ സൊല്യൂബിൾ ഇൻ മോൾട്ടൺ മെറ്റൽ ദാൻ ഇൻ സോളിഡ് ഫോം. ഓർ സെക്കൻഡ് ബേസ്ഡ് ഓൺ ഫ്രാക്ഷണൽ ക്രിസ്റ്റലൈസേഷൻ എന്നും പറയും. എന്താ പറയുക, ഫ്രാക്ഷണൽ ക്രിസ്റ്റലൈസേഷൻ. അപ്പോൾ കുറേശ്ശെ നമ്മൾ എന്ത് ചെയ്യുക, ക്രിസ്റ്റലൈസ് ചെയ്യുക. അപ്പോൾ ഇമ്പ്യൂരിറ്റി അവിടെ നിന്ന് മാറിക്കൊടുക്കുമ്പോൾ ഇമ്പ്യൂരിറ്റിക്ക് ആരെ ഇഷ്ടമില്ല, സോളിഡ് ഫോമിന് ഇഷ്ടമില്ല, അവിടെ മാറിപ്പോവും, തെന്നിപ്പോവും. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 4. ഇഫ് A and A dash are symmetrical and unsymmetrical bidentate ligands, A and A dash are unsymmetrical and symmetrical bidentate ligands, then which of the following arrangement is capable of exhibiting optical isomerism? ഒപ്റ്റിക്കൽ ഐസോമർസത്തിൽ ആരാണ് കാണിക്കാൻ ചാൻസ് ഉള്ളത് എന്നാണ് ചോദിച്ചത്. ഇവിടെ കോർഡിനേഷൻ നമ്പർ 4 ആണോ? മെറ്റലിലേക്ക് നോക്ക്, കോർഡിനേഷൻ നമ്പർ എത്രയാണ്, 4 അല്ലേ? 1 2 തിരിച്ചാണല്ലേ, ലിഗാൻഡ് ഇൻറ്റു മെറ്റൽ, ലിഗാൻഡ് ഇൻറ്റു മെറ്റൽ, ലിഗാൻഡ് ഇൻറ്റു മെറ്റൽ, ശരിയല്ലേ? സോ കോർഡിനേഷൻ നമ്പർ ഈസ് 4 ആണ്. 4 കേസും 1 2 3 4 എല്ലാത്തും 4. അതിൽ എയും ബിയും എന്താണ്, സ്ക്വയർ പ്ലാനാറാ. ആൻഡ് ബിയും സിയും ഡിയും എന്താണ്, ടെട്രാഹൈഡ്രല. ഇതിലേതാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുക? എയും കാണിക്കൂല, ബിയും കാണിക്കില്ല. വൈ? സ്ക്വയർ പ്ലാനാറാ. സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സിൻ്റെ ക്വാളിറ്റി എന്താണ്, ഹാവ് എ പ്ലെയിൻ ഓഫ് സിമെട്രി. അവർക്ക് എന്തുണ്ടാവും, പ്ലെയിൻ ഓഫ് സിമെട്രി. അപ്പോൾ ആ പ്ലെയിനിലൂടെ നമുക്ക് എന്ത് ചെയ്യും, അവർ ഈക്വൽ ആയിട്ട് 2 ഹാഫായിട്ട് കട്ട് ചെയ്യാൻ കഴിയും. അവിടെ ഈ എയും എമ്മും എയുള്ള പ്ലെയിനായിക്കോട്ടെ, ആ പ്ലെയിനിലൂടെ കട്ട് ചെയ്താൽ ഈക്വൽ ഹാഫ്സ് കിട്ടൂലേ? അതേപോലെ തന്നെ എ ഡാഷും എയും സെയിം പ്ലെയിനിലല്ലേ ഉള്ളത്.
and metal അതേ plane all are in one plane, so have plane of symmetry, can be cut into two pieces, they are optically inactive. So optically active condition എന്താണ്? They should have the elements of symmetry should be absent ആയിരിക്കണം. അവിടെ പോയിന്റ് ഓഫ് സിമെട്രിയോ എലിമെന്റ്സ് ഓഫ് സിമെട്രി പോയിന്റ് ഓഫ് സിമെട്രി അതല്ലെങ്കിൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഓർ എനി ആക്സിസ് സിമെട്രി എല്ലാ ടൈപ്പ് സിമെട്രീസും ആബ്സെൻ്റ് ആവണം. അപ്പോഴാണ് അവരെന്താവുക? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവുക അല്ലേ? ശരി. അപ്പോൾ ഇവിടെ എനിവേ പ്ലെയിൻ ഓഫ് സിമെട്രി പ്ലെയിനാർ ആയതുകൊണ്ട് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്, അതുകൊണ്ട് അവർ ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല. ഇനി ടെട്രാഹിഡ്രൽ കേസിൽ എപ്പോഴാണ് ആക്റ്റീവ് ആവുക? ആ ടെട്രാഹിഡ്രൽ കേസിൽ ഒരു മെറ്റലിലേക്ക് ലിഗാൻഡ് ബോണ്ട് ഫോം ചെയ്താൽ ആ 4 ലിഗാൻഡും ഡിഫറെൻ്റ് ആണെങ്കിൽ, if 4 ligands are same അല്ല ഡിഫറെൻ്റ് ആണെങ്കിൽ the molecule is asymmetric ആയിരിക്കും. ഓക്കെ, ഒരു മെറ്റലുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ള 4 ലിഗാൻഡും ഡിഫറെൻ്റ് ആണെങ്കിൽ the complex is fully asymmetric ആയി. അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും, ഒപ്റ്റിക്കലി ആക്റ്റീവ്. പക്ഷെ ഇവിടെ നമുക്ക് മോണോഡെൻഡേറ്റ് അല്ല ബയോഡെൻഡേറ്റ് ലിഗാൻഡാണ് തന്നിട്ടുള്ളത്, ബയോഡെൻഡേറ്റ് ലിഗാൻഡാണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഗിവൺ ഓപ്ഷൻ സി നോക്കൂ. ഇവിടെ നമ്മൾ ടെട്രാഹൈഡ്രൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ടെട്രാഹൈഡ്രക്ക് എത്ര പ്ലെയിൻ ഉണ്ട്? ടെട്രാഹൈഡ്രക്ക് നമുക്ക് എത്ര പ്ലെയിൻസ് ഉണ്ട്? 2 പ്ലെയിൻ ആണ് നമ്മൾ പറയാം. ടെട്രാഹൈഡ്രൽ നമ്മൾ മറ്റൊരു രീതിയിൽ അറേഞ്ച് ചെയ്യാറുണ്ട്. ഒരു സിംപ്ലസ്റ്റ് വേ പറയാം എന്ന് പറഞ്ഞാൽ ഇത് സെൻട്രൽ മെറ്റൽ, അതിൽ 2 ആൾ നമ്മൾ ഇപ്പം ഞാൻ ഈ പ്ലെയിനിൽ വരക്കണ പേപ്പറിലല്ലേ, ആ പേപ്പറിലാണ് അല്ലെങ്കിൽ ഈ ഒരു ടാബിലാണ് എന്നുള്ളത്, ഈ ഒരു സ്ക്രീനിലാണ് നിങ്ങൾ കാണുന്നില്ലേ, ആ സ്ക്രീനാണ് പ്ലെയിൻ ഓഫ് എല്ലും എമ്മും ഇവർ പ്ലെയിനിലാണുള്ളത്. ആംഗിൾ 109 ഡിഗ്രി 25 മിനിറ്റ്, അങ്ങനെ 109.5 ഡിഗ്രിയാണ് ഇവിടുത്തെ ആംഗിൾ ഉള്ളത്. ഇനി ഇവിടെ അടുത്ത ആൾ നമ്മൾ വരക്കുന്ന പോയിൻറ്റിങ് ടുവാർഡ്സ് ദ ഒബ്സർവർ ആണ്, പോയിൻറ്റിങ് ടുവാർഡ്സ് ദി ഒബ്സർവർ. ഇതാണ് അടുത്ത ലിഗാൻഡ്. പിന്നെ ഒരു ലിഗാൻഡ് വരിക പോയിൻറ്റിങ് അവേ ഫ്രം ദി ഒബ്സർവറാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതാണ് ടെട്രാഹൈഡ്രൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം വരച്ച ഈ ലിഗാൻഡ് ആരൊക്കെയാണ്? ലിഗാൻഡ് 1, 2 ആൻഡ് സെൻട്രൽ മെറ്റൽ. ഇവരടങ്ങുന്ന ഈ 3 ആളുകൾ അടങ്ങിയ പ്ലെയിന് ഞാൻ കട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 2 ഈക്വൽ ഹാഫ്സ് കിട്ടും. അതിലൊന്നിൽ ഈ ഇപ്പോൾ ഇവിടെ നമുക്ക് ഇത് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ വരിക, അപ്പോൾ അതിൽ ആരൊക്കെ ഉണ്ടാവുക? അതാ പ്ലെയിന് വരിക അല്ലേ? ഇത്രയും ഒരു പ്ലെയിൻ ആയിരിക്കും. ആ പ്ലെയിനിട്ട് കട്ട് ചെയ്യുമ്പോൾ ആ പ്ലെയിനിൻ്റെ ഒരു ഭാഗത്ത് ഈ എല്ലും, ഇപ്പോൾ ഞാൻ L1, L2, L3, L4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ L1ഉം L2ഉം എമ്മും അടങ്ങിയ പ്ലെയിനിൻ്റെ എബോവ് ദാറ്റ് പ്ലെയിൻ L3 ഉണ്ടാവും, ബിലോ ദാറ്റ് പ്ലെയിൻ L4 ഉണ്ടാവും. അപ്പോൾ 2 ഹാഫ്സ് വന്നു. ഈ L3ഉം L4 സെയിം ആണെങ്കിലോ അത് 2 ഈക്വൽ ഹാഫായി ഒപ്റ്റിക്കലി ഇനാക്റ്റീവായി. മനസ്സിലായോ? ഇതാണ് ടെട്രാഹൈഡ്രൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ. ഇനി ഒരു ബയോഡെൻഡേറ്റ് ലിഗാൻഡ് വന്നാൽ അപ്പോൾ നോക്കൂ, ഇപ്പോൾ ഓപ്ഷൻ സി ഇല്ലേ, അതിൽ നമ്മൾ ഈ എമ്മും ഈ A' ഈ എയും അടങ്ങുന്ന പ്ലെയിനിനെ കട്ട് ചെയ്യുക. അത് കട്ട് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്താണ്? ഈ എ ഉണ്ടല്ലോ പോയിൻറ്റിങ് ടുവാർഡ്സ് ദ ഒബ്സർവറും ഈ എ എന്താണ്? എവേ ഫ്രം ദി ഒബ്സർവറുമാണ്. അപ്പോൾ നമ്മൾ അതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ പ്ലെയിനിലൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡിൽ എയും ഒരു സൈഡിൽ A' ആണ് വരിക. അഥവാ നമുക്ക് ഡിഫറെൻ്റ് ഹാഫ്സാണ് കിട്ടിയത്. ഒരു A' എയും എമ്മും അടങ്ങിയെന്ന ഒരു പ്ലെയിനിലൂടെ നമ്മൾ ഇതിന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അഥവാ L3ഉം L4ഉം സെയിം ആണെങ്കിൽ അത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവായി ഈക്വൽ ഹാഫ് ആയതുകൊണ്ട് L3ഉം L4ഉം ഡിഫറെൻ്റ് ആയാലോ ആ 2 ഹാഫും അൺഈക്വൽ ആവും. ദാറ്റ് മീൻസ് ഹാവ് ആബ്സെൻസ് ഓഫ് സിമെട്രി എന്ന് പറയേണ്ടി വരും അല്ലേ? അപ്പോൾ അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്ന് പറയാം. ഓപ്ഷൻ ഡി എന്താണ്? എല്ലാം എ ആണ്. അത് നിങ്ങൾ എങ്ങനെ കട്ട് ചെയ്താലും എന്താണ്? ഈക്വൽ ഹാഫ്സേ വരുള്ളൂ, ഈക്വൽ ഹാഫ്സ് ആണ് വരിക. ഓപ്ഷൻ ഡി ആൻസർ അല്ല, ബി ആൻസർ അല്ല, എ ആൻസർ അല്ല. എയും ബിയും വിത്ത് പ്രോബ്ലം എന്താണ്? വിത്ത് പ്രോബ്ലംസ് വിത്ത് എ ആൻഡ് ബി എന്താണ്? പ്ലെനാർ ആണ്, ഹാവ് പ്ലെയിൻ ഓഫ് സിമെട്രി. ഫോർ സി ആൻഡ് ഡി എന്താ പ്രോബ്ലം? സിയിൽ പ്രോബ്ലം ഒന്നുമില്ല. ഇറ്റ് ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്, ക്യാൻ ബി സ്പ്ലിറ്റഡ് ഇൻടു 2 അൺഈക്വൽ ഹാഫ്സ്, ഓർ ഇൻ ദ കേസ് ഓഫ് ഡി ക്യാൻ ബി സ്പ്ലിറ്റഡ് ഇൻടു ഈക്വൽ ഹാഫ്സ് ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ടോ മോളിക്യൂള്? അപ്പോൾ ബയോഡെൻഡേറ്റ് ആയാൽ പോരാ, അവിടെ എന്ത് വേണം? ബയോഡെൻഡേറ്റ് പോരാ, അവിടെ എന്ത് വേണം? ആബ്സെൻസ് ഓഫ് സിമെട്രീസ് വേണം, എലമെൻറ്റ്സ് ഓഫ് സിമെട്രി വേണം കേട്ടോ. സോ എലമെൻറ്റ്സ് ഓഫ് സിമെട്രി ആബ്സെൻ്റ് ആവണം. ആ പ്ലെയിൻ ഓഫ് സിമെട്രി ആവാം, പോയിന്റ് ഓഫ് സിമെട്രി ആവാം, എനിത്തിങ് ലൈക്ക് ദാറ്റ് ആവാം. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 5. ഐഡൻറ്റിഫൈ ബി.
and F respectively. ഓക്കെ, അതിൽ എയും ബിയും ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ എ ഓറഞ്ച് കളർ കോമ്പൗണ്ട് ആണ്, A4 ഓറഞ്ച് കളർഡ് കോമ്പൗണ്ട്. അപ്പോൾ നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ ഇവിടെ ബിയും എഫും ആണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ബി കിടക്കുന്ന ഒന്ന് ഇവിടെയാണ്, എഫ് ഇവിടെയാണ്, ബി ഇവിടെ ഉണ്ട്. ഓക്കെ, തന്നിട്ടുള്ള ഓപ്ഷൻസ് മാത്രം മാച്ചാക്കി നോക്കിയാലും മതി. ഇവിടെ എ ആൻഡ് ബി വിത്ത് കോൺസ്റ്റന്റ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ എ ഒരു ഓറഞ്ച് കളർ കോമ്പൗണ്ട് ആണ്. അപ്പം നമ്മുടെ ഒരു പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് എ ആരാവണം? K2Cr2O. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഡൈക്രോ ഡി ആൻഡ് എഫ് ബ്ലോക്ക് ആണ്. എന്നാലും ഓറഞ്ച് കളർഡ് കോമ്പൗണ്ട് നമുക്ക് നമ്മുടെ ഏകദേശം ധാരണ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്. പ്ലസ് ബി ആൻഡ് കോൺസ്റ്റന്റ് സൾഫ്യൂരിക് ആസിഡ് കൊടുത്താൽ റെഡ് ഗ്യാസ് ഉണ്ടാവുന്നുണ്ട്. അപ്പം നമുക്ക് ചെറിയൊരു ഐഡിയ, നമ്മുടെ എക്സ്പെക്റ്റേഷൻ CrO2Cl2 ക്രോമൈൽ ക്ലോറൈഡിൻ്റെ ഗ്യാസ് ആയിരിക്കണം. ആരാണ്? ക്രോമിൽ ക്ലോറൈഡ് ടെസ്റ്റ് എന്ന് നമ്മൾ പറയാം അതിന്, ക്രോമിൽ ക്ലോറൈഡ് ടെസ്റ്റ്, ക്രോമിൽ ക്ലോറൈഡ്. അപ്പോൾ ഇവിടെ ബീൻ്റെ കൂടെ H2SO4 നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അസിഡിക് ഉണ്ട്. ഡൈക്രോമേറ്റിന് ക്രോമിയത്തിന് ഓക്സിജൻ സോഴ്സ് ഉണ്ട്, ക്ലോറിന് സോഴ്സ് ഇല്ല. അപ്പോൾ ബി മസ്റ്റ് ആയിട്ടും എന്താവണം? ഒരു ക്ലോറൈഡിൻ്റെ സോഴ്സ് ആവണം. അപ്പോൾ അത് AgCl ആവാം, അമോണിയം ക്ലോറൈഡ് ആവാം, ഇതിൽ ക്ലോറോഫോം അല്ലാത്ത ബാക്കി ഏതും ആവാം. AgCl അമോണിയം ക്ലോറൈഡോ HgCl2 ഏതും ആവാം. ഓക്കെ, ഇനിയോ വിത്ത് NaOH ആൻഡ് സിൽവർ നൈട്രേറ്റ് റെഡ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അവിടെ വിത്ത് NaOH ആൻഡ് ക്രോമിൽ ക്ലോറൈഡിലേക്ക് ഇനി പറയുന്നത് എന്താണ്? ആൽക്കലൈ ആഡ് ചെയ്യാണ്. വിത്ത് സിൽവർ നൈട്രേറ്റ് എന്താ ഫോം ചെയ്യുക? അവിടെ റെഡ് പ്രസിപ്പിറ്റേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഡൈക്രോമേറ്റ് ആവും. K2Cr2O7 ആസിഡിഫിക്കേഷൻ നമ്മൾ ആൽക്കലൈൻ ന്യൂട്രലൈസേഷൻ കൊടുത്തു അല്ലേ. ആൻഡ് അഗെയിൻ പൊട്ടാസ്യം ഡൈക്രോമേറ്റിലേക്ക് പിന്നെ എന്ത് ചെയ്യുക? അമോണിയം ആഡ് ചെയ്താലേ ഇറ്റ് ബിക്കം അമോണിയം. യെല്ലോ സൊല്യൂഷൻ അല്ലേ, അമോണിയം ക്രോമേറ്റ് ബേസിക് മീഡിയത്തിലേ ഇറ്റ് ബിക്കം അമോണിയം ഡൈക്രോമേറ്റ് ഓർ അമോണിയം ക്രോമേറ്റ്, അമോണിയം ക്രോമേറ്റ്. ഒക്കെ അതവിടെ തീർന്നു. ഇനി നോക്കൂ, ബി ആരാന്നറിയില്ല. വിത്ത് ആൽക്കലൈറ്റ് ഫോം എഫ് ആണ്. ബി വിത്ത് ആൽക്കലി, എഫ് ഒരു ഗ്യാസ് ഉണ്ടാവണേ. വൈറ്റ് ഫ്യൂംസ് വിത്ത് HCl വൈറ്റ് ഫ്യൂംസ് ഉണ്ടാക്കുന്ന ഗ്യാസ് ഏതാ? അത് നമുക്കറിയാം, HCl പ്ലസ് അമോണിയയാണ്. ആരാണ്? അമോണിയ. അവിടെ അമോണിയം ക്ലോറൈഡിൻ്റെ വൈറ്റ് ഡെൻസ് ഫ്യൂംസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എഫ് അമോണിയ ആവണമെങ്കിൽ ബി എന്താവണം? അതൊരു അമോണിയത്തിൻ്റെ കോമ്പൗണ്ട് ആവണം. ബി ഒരു ക്ലോറൈഡ് ആവണം, ബിയിൽ അമോണിയ വേണം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ബി ആരാ? അമോണിയം ക്ലോറൈഡ് ആണെന്ന് പറയാം. ബി ആരാണ്? അമോണിയം ക്ലോറൈഡ്. സോ ബി സ്റ്റാൻഡ് ഫോർ അമോണിയം ക്ലോറൈഡ്. ഓക്കെ, അപ്പോൾ എഫ് ആരാണ്? അമോണിയ. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. മനസ്സിലായല്ലേ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6. In which of the following pairs both the complexes show optical activity? Both the complexes show optical activity. ആരൊക്കെയാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുക എന്നുള്ളതാണ്. അതിൽ ഓപ്ഷൻ എ ആരാണ്? സിസ് Cr2O4 twice Cl2 അല്ലേ. ഇവിടെ സിസ് ഫോമാണ്. ഇയാൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ? ക്രോമിയത്തിൽ CrO2Cl2 ബൈഡൻറ്റേറ്റ് ലിഗാൻഡ് ആണ്. രണ്ട് സിസ് ഫോമാണ് പറഞ്ഞത് നമ്മോട്. 2 Cl 2 ഓക്സലേറ്റ്. സോ ഇറ്റ് ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. വൈ? മിറർ ഇമേജസ് ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അപ്പോൾ ഓപ്ഷൻ എയിൽ ഇയാൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ആൻഡ് ട്രാൻസ് Ma4B2 ട്രാൻസ് ടൈപ്പ്. Ma4B2 ട്രാൻസ് ടൈപ്പ് ഏതാണ്? ഇപ്പോൾ CO ട്രാൻസ് ടൈപ്പ് ആണ്. Cl ആൻഡ് 4 അമോണിയ. ഇത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. വൈ? ഹാവിങ് പ്ലെയിൻ ഓഫ് സിമെട്രി. ഇപ്പോൾ കൊബാൾട്ടും 4 അമോണിയായും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പ്ലെയിൻ, സ്ക്വയർ പ്ലെയിൻ. അതിൻ്റെ മുകളിലായിട്ടൊരു ക്ലോറിൻ, താഴെയായിട്ടൊരു ക്ലോറിൻ, ഈക്വൽ ഹാഫ് സൈഡ് കട്ട് ചെയ്യാം. സോ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. ഇനി ഓപ്ഷൻ ബി ആണെങ്കിലോ PT Cl ഡൈഇൻ ആൻഡ് Cl. ഇവിടെ പ്ലാറ്റിനത്തിൻ്റെ കോമ്പൗണ്ട് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടു, അത് പ്ലനാറാണ്. പ്ലാറ്റിനം ഏതാണ്? പ്ലെയിനാറാണ്. അത് പ്ലനാരിറ്റി വന്ന പിന്നെ ഓപ്ഷൻ ഒന്നുമില്ല, ഡൈഇൻ ആണ്. then Cl have plane of symmetry, so it is optically inactive. Inactive why? Square planar geometry. ഇനി NiCl2Br2.
NiCl2Br2 ആണോ? നിക്കൽ അല്ലേ? വേർ ഹൈബ്രിഡൈസേഷൻ ഈസ് sp3. അപ്പോൾ നിക്കൽ വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതേ ഉള്ളൂ, ടെട്രാഹൈഡ്രൽ ജോമെട്രിയിൽ ക്ലോറിൻ ക്ലോറിൻ ബ്രോമിൻ ബ്രോമിൻ ഈക്വൽ ഹാഫ്സിൽ കട്ട് ചെയ്യാൻ കഴിയുമോ? യെസ്, ദേ ക്യാൻ ഹാവ് പ്ലെയിൻ ഓഫ് സിമ്മെട്രി ഉണ്ട് അവിടെ, പ്ലെയിൻ ഓഫ് സിമ്മെട്രി. അതെങ്ങനെയാണ്? നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? നിക്കലും ക്ലോറിനും വരുന്നൊരു പ്ലെയിന് കട്ട് ചെയ്താൽ മതി. കട്ട് ചെയ്താൽ നിങ്ങൾക്ക് 2 BR വരുന്ന ഈക്വൽ ഹാഫ്സിന് കിട്ടും. സോ ഇറ്റ്സ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. ബിയുമല്ല. ഇനി സി ആണെങ്കിലോ EDTA കോംപ്ലക്സ് ആണ്. CO EDTA 1- അതുപോലെ തന്നെ CO EN ട്രൈസ് Cl3. ഇവർ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ? യെസ്, ദേ ആർ ബോത്ത് ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഇയാളും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഓക്കെ. ആൻഡ് CO EN ട്രൈസോ? അത് നമുക്കറിയുന്നതല്ലേ. CO EN ട്രൈസ് EN it is optically active. Why? Non-superimposable mirror images, they are optically active. അതേസമയം EDTA സ്ട്രക്ചർ വരയ്ക്കാൻ അറിയാം. EDTA സ്ട്രക്ചർ വരയ്ക്കാൻ അറിയില്ലേ? CH2 then N then കോബാൾട്ടുമായിട്ടല്ലേ, കോബാൾട്ട് സെൻട്രൽ ആറ്റം. നൗ CH2 CO മൈനസ്, പിന്നെയോ CH2 CO മൈനസ്, CH2 COO മൈനസ്, CH2 COO മൈനസ്. ഇത് കൊബാൾട്ടുമായിട്ട് കോർഡിനേഷൻ നടത്തിയാൽ 1 2 3 4 5 6 ഫുള്ള്. ഇത് 2 ഡയമെൻഷൻ അല്ല, അത് നോക്കിയിട്ട് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട് പറയേണ്ടതില്ല. ഇത് എക്സ് ഡയറക്ഷൻ, ഇത് വൈ ഡയറക്ഷൻ, ഇത് Z ഡയറക്ഷനാണ്. ഒരു 3D ആണ്. നോ പ്ലെയിൻ ഓഫ് സിമെട്രി, ആബ്സെൻസ് ഓഫ് സിമെട്രി ആൻഡ് ഇസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. അതേസമയം ഇയാളോ CONO3 ത്രൈസ് ആൻഡ് NH3 ത്രൈസ്, അവിടെ ഫേഷ്യൽ ആൻഡ് മെറിയോഡോണലാണ്, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. ആൻഡ് സിസ് PTEN ട്വൈസ് Cl2 ഒപ്റ്റിക്കലി ഇത് ആക്റ്റീവ് ആണ്. പക്ഷേ അത് സിസ് അല്ലേ, അത് ആക്റ്റീവ് ആണ്. PT സിസ് അല്ലേ. അപ്പോൾ CL EN സോ ഹാവ് പ്ലെയിൻ ഓഫ് സിമെട്രി അല്ല, നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ്. സോ ഇറ്റ് ഇസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. ഇത് ആക്റ്റീവ്, ഇത് ഇനാക്റ്റീവ്, ഇത് രണ്ടും ആക്റ്റീവ്. ഇത് ഇനാക്റ്റീവ്, ഇതും ഇനാക്റ്റീവ്. ഇത് ആക്റ്റീവ്, ഇത് ഇനാക്റ്റീവ്. ഇപ്പോൾ രണ്ടും ബോത്ത് കോംപ്ലക്സസ് ഷോ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയാണ്. ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. മനസ്സിലായില്ലേ? ഓക്കെ. നൗ അതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നോക്കൂ, NiCl2Br2 അല്ലേ, അയാൾക്ക് ഏതൊക്കെ ഐസോമർസാണ് ഉള്ളത്? NiCl2Br2 ട്വൈസ്, അതെന്തിലാവട്ടെ, 2- ആണ്, ട്വൈസ് അല്ല, 2- ആണ്. ഇയാൾക്ക് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഇല്ല, നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഒപ്റ്റിക്കൽ ഐസോമർസ് അല്ല. ഇനി ജോമെട്രിക്കൽ ഐസോമർസ് ഉണ്ട്, സിസ്ട്രാൻസ്. അപ്പോൾ നമ്മൾ എന്ത് ധരിക്കും? Ma2B2 കണ്ടാൽ നമ്മൾ എന്ത് പറയും? യെസ്, ജോമെട്രിക്കൽ സിസ്ട്രാൻസ് ഉണ്ടെന്ന് പറയും. പക്ഷേ സിസ്ട്രാൻസും ഇല്ല, ജോമെട്രിക്കൽ ഐസോമർസും ഇല്ല. കാരണം അതിൽ ജോമെട്രി എന്താണ്? ടെട്രാഹൈഡ്രൽ എന്തില്ല? ഒപ്റ്റിക്കൽ മാത്രമേ ചാൻസ് ഉള്ളൂ, ജിയോമെട്രിക്കൽ എന്തില്ല? ചാൻസ് ഇല്ല, ജിയോമെട്രിക്കൽ ഇല്ല. കാരണം ഇൻ എ ടെട്രാഹൈഡ്രൽ മോളിക്യൂൾ ഓൾ ദ പൊസിഷൻസ് ആർ ഐഡൻറ്റിക്കൽ. എല്ലാ പൊസിഷനും എന്താണ്? ഐഡൻറ്റിക്കൽ ആണ്. ടെട്രാഹൈഡ്രൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? അത് മസ്റ്റായിട്ടും എന്താണ്? ഓൾ പൊസിഷൻസ് ആർ ഐഡൻറ്റിക്കൽ. നമുക്ക് സിസോ ട്രാൻസോ പറയാൻ കഴിയില്ല, സിസും ട്രാൻസും ഉണ്ടാക്കാൻ കഴിയില്ല, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി അല്ല. ഇപ്പോൾ നിക്കൽ Cl ഇങ്ങനെ Br കൊടുത്താലും എന്ത് തന്നെയാണ്? Cl ഇത് Br വന്നാലും രണ്ട് സ്ട്രക്ചറും ഐഡൻറ്റിക്കലാണ്. ഇതിൽ ഓരോ ആറ്റംസ് Cl-ഉം Br-ഉം തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ടെട്രാഹൈഡ്രൽ ആംഗിളാണ്. Cl-ഉം Cl-ഉം തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ടെട്രാഹൈഡ്രൽ ആംഗിളാണ്. ഓൾ ദ ആംഗിൾസ് ആർ ഐഡൻറ്റിക്കൽ ആണ്, ഓൾ പൊസിഷൻസ് ആർ ഐഡൻറ്റിക്കൽ ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയാം? അവർക്ക് സിസ്ട്രാൻസ് ഐസോമറിസം ഇല്ല. ബട്ട് കോംപ്ലക്സിൻ്റെ ഫോർമുല കണ്ടിട്ട് ആളെ പറയാൻ നിൽക്കേണ്ട. ആദ്യം എന്ത് ചെയ്യണം? ആ കോംപ്ലക്സ് നോക്കിയിട്ടത് സ്ക്വയർ പ്ലാനാർ ആണോ ടെട്രാഹൈഡ്രൽ ആണോ നോക്കണം. ഇപ്പോൾ ടെട്രാഹൈഡ്രൽ ആണ്. അപ്പോൾ കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ അത് ടെട്രാഹൈഡ്രൽ ആവാം, അതുപോലെ സ്ക്വയർ പ്ലാനാർ ആവാം. ടെട്രാഹൈഡ്രൽ ആണെങ്കിൽ അവിടെ എന്തുണ്ട്? ഒപ്റ്റിക്കൽ ആണ് ചാൻസ് ഉള്ളത്. നമ്മൾ കണ്ടു നേരത്തെ.
അത് ABCD 4 ലിഗാൻഡ് ഡിഫറെൻ്റ് ആവണം, അല്ലെങ്കിൽ AA ട്വൈസ് ഡിഫറെൻറ്റ് ലിഗാൻഡ്സ് ഡിഫറെൻറ്റ് ലിങ്കേജസ് ഉള്ള ഒരു ബൈഡൻറ്റേറ്റ് ലിഗാൻഡ് ആവണം. നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. സ്ക്വയർ പ്ലാനർ ആണെങ്കിൽ എന്താണ് അത് MA2B2, അതുപോലെ തന്നെ MA2BC, MABCD ഇതൊക്കെ എന്ത് കാണിക്കും? ജിയോമെട്രിക്കൽ ഐസോമർസം കാണിക്കും കേട്ടോ. ഇവിടെ ജിയോമെട്രിക്കലാണ് കാണിക്കാൻ ചാൻസ് ഉള്ളത്. പിന്നെ ആദ്യം നമ്മൾ എന്താണ് കോർഡിനേഷൻ നമ്പർ 4 എന്ന് കണ്ടാൽ അത് ടെട്രാഹൈഡ്രലാണോ സ്ക്വയർ പ്ലാനർ ആണെന്ന് കൺഫേം ചെയ്യണം, എന്നിട്ട് വേണം ഐസോമർസം പറയാൻ. വെറുതെ MA2B2 കണ്ട് ചാടി വീഴാൻ നിൽക്കണ്ട. NiCl2Br2 കണ്ടാൽ നമ്മൾ പഠിച്ച MA2B2 ആണ്. ആ കറക്റ്റ് സിസ്റ്റാൻസ് നമ്മൾ വീഴരുത്. അതിനെന്തില്ല സിസ്റ്റാൻസ് ഐസോമർസിലവായി ടെട്രാഹൈഡ്രലിന് എന്തില്ല അത്തരം ഒരു ഐഡൻറ്റിറ്റി ഇല്ല. കേട്ടല്ലോ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 7. Which of the following compound is diamagnetic? Which one is diamagnetic? Okay, and the first one, K4Fe plus 2 CN 5 times NO അല്ല സീരീസ് O2 എന്നാ. ഇവിടെ CN നിങ്ങൾ അറിയോ? ഇറ്റ്സ് എ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്. CN ആരാണ്? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡാ. Forcing the electrons to pair up. So causes pairing of electrons. ഇവിടെ ഇലക്ട്രോൺ പെയറിംഗ് ആണ് ലീഡ് അല്ലേ. അവിടെ Fe2+ ആണ് കാറ്റോൺ ഉള്ളത്. Fe2+ എന്ന് പറഞ്ഞാൽ 4s0 3d6 ആണ്. 3d6 ആണ്. D6 എന്ന് പറഞ്ഞാൽ 1 2 3 4 5 1 2 3 4 5 ഫോഴ്സ് പെയറിംഗ് ആണ് അല്ലേ. അപ്പോൾ ഇതാണ് 6 D6 എന്ന് പറഞ്ഞാൽ. സോ കംപ്ലീറ്റ് പെയർ അപ്പ് ചെയ്യപ്പെടും. നമ്മൾ T2G ആൻഡ് EG സിസ്റ്റം സ്പ്ലിറ്റഡ് ലെവല് അല്ലെ 1 2 3 4 5 6 കംപ്ലീറ്റ് T2Gക്ക് അകത്താണ് വരിക. ഓൾ ആർ പെയർഡ്. വൈ? ഇവിടെ ഡെൽറ്റ O എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മോർ ദാൻ പെയറിംഗ് എനർജി. വൈ? ഹിയർ CN ആർ സ്ട്രോങ്ങർ ഫീൽഡ് ലിഗാൻഡ് ക്യാൻ പ്രൊഡ്യൂസ് ലാർജ് സ്പ്ലിറ്റിംഗ് ഗ്യാപ്പ്. സോ ഡെൽറ്റ O മോർ ദാൻ പെയറിംഗ് എനർജി. അപ്പോൾ അവിടെ എന്താണ്? ഡയാമാഗ്നറ്റിക് ആണ്. ഓപ്ഷൻ A ഇസ് ഡയാമാഗ്നറ്റിക്. ഇനി ഓപ്ഷൻ B ആണെങ്കിലോ NiF6 2- ആണ്. NiF6 2- where nickel is in plus minus നിക്കലിൻ്റെ സ്റ്റേറ്റ് എത്ര വരിക? ഇവിടെ NiF6 2- അല്ലേ. അപ്പോൾ നിക്കൽ ഈസ് ഇൻ +4 സ്റ്റേറ്റ് ആയിരിക്കും. +4 സ്റ്റേറ്റ് +4 നിക്കൽ +2. നിക്കൽ എന്ന് പറഞ്ഞാൽ 4s2 3d8 ആണ് നിക്കൽ. അത് തന്നെ 4+ ആയി കഴിഞ്ഞാലോ ഇറ്റ്സ് 4s0 3d6 ആയിട്ട് മാറും. D6 ഒക്കെ D6 ആണ്. പക്ഷെ ഫ്ലൂറിൻ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. ഫ്ലൂറിൻ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. ഇറ്റ്സ് 1 2 3 then 4 5 6th one മാത്രമേ പേരുള്ളൂ. There are 4 unpaired electron. It is paramagnetic. എന്താ പറയുക? Paramagnetic with 4 unpaired electrons വരും. 4 unpaired electrons. ഇനി FeH2 5 times NO+2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ FeH2 5 times Fe ഇവിടെ +2 സ്റ്റേറ്റിൽ നിന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ NO 0 സ്റ്റേറ്റിൽ, അല്ലെങ്കിൽ Fe+1 സ്റ്റേറ്റ് എടുക്കാം. അവിടെ NO+1 സ്റ്റേറ്റിൽ. കുറച്ചും കൂടെ ഓൾഡ് കോൺസെപ്റ്റ് ആണെങ്കിൽ ഇവിടെ NO ഏത് സ്റ്റേറ്റിലുള്ളത്? +1 സ്റ്റേറ്റ് ആണുള്ളത്. അപ്പോൾ Fe+1 സ്റ്റേറ്റിലായിരിക്കും. Fe+1 സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ടും എന്താണ്? ആൾ പാരാമാഗ്നറ്റിക് ആണ്. ആളെന്താണ്? പാര 1+ എന്ന് വന്നാൽ ഇപ്പോൾ 4s2 3d6 എന്നുള്ളത് 4s2 3d6 എന്നുള്ളത് 4s1 3d6 മീൻസ് കണ്ടിന്യൂ അൺപെയർഡ് ഇലക്ട്രോൺ. ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. ഓപ്ഷൻ A ആണ് ആൻസർഡ് വരിക. ഏതിന് എക്സാമ്പിൾ ആയിട്ട്? ഡയാമാഗ്നറ്റിക് ആയിട്ട്. ബാക്കിയെല്ലാം എന്താണ്? പാരാമാഗ്നറ്റിക് ആണ്. ഓക്കെ, നമ്പർ 9. സെലക്ട് കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് കോംപ്ലക്സസ്. സെലക്ട് ദ കറക്റ്റ് order of stability of the complexes. നോക്കാലോ. FeCN6 3-, FeNO2 6 times CN 3-, FeN3 6 times 3+. ഇവിടെ സ്റ്റെബിലിറ്റി എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുക? സ്റ്റെബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? സ്റ്റെബിലിറ്റി ഒന്ന് ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്ത് തന്നെയാണ്. ലിഗാൻഡ് ഫീൽഡ് തന്നെയാണ്. സ്ട്രോങ് ഫീൽഡ് അഥവാ പൈ ആക്സിഡ് ലിഗാൻഡ് ഉണ്ടോ അത് സ്റ്റേബിളാണ്. സ്ട്രോങ് ബോണ്ടാണ് ഫോം ചെയ്യുക. കോംപ്ലക്സ് ഹൈലി സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ലിഗാൻഡ് സ്ട്രെങ്ത് കൂടുന്തോറും ആ കോംപ്ലക്സിന് സ്റ്റെബിലിറ്റി കൂടുതൽ വരും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ലിഗാൻഡിൻ്റെ ഫീൽഡ് സ്ട്രെങ്ത് ആണ് ഒരു മെയിൻ ഫാക്ടർ. രണ്ടാമത്തെ സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കീലേഷനാണ്. കീലേഷൻ മീൻസ് റിങ് ഫോർമേഷൻ. റിങ്
So greater the chelation, greater will be stability. Greater the chelation, greater will be stability. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ ഉള്ളത്. പിന്നെ സ്റ്റെബിലിറ്റി കോൺസ്റ്റൻ്റ് ആണ്, ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ്, സ്റ്റെബിലിറ്റി കോൺസ്റ്റൻ്റ്. ലാർജർ ദ വാല്യൂ ഓഫ് സ്റ്റെബിലിറ്റി കോൺസ്റ്റൻ്റ്, ഗ്രേറ്റർ വിൽ ബി സ്റ്റെബിലിറ്റി. ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് നോക്കിയാൽ മതി. നാലാമത്താണ് എൻ സി ആർ ടിയിൽ ഇല്ല, ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ കാൽക്കുലേഷൻ. ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ കാൽക്കുലേഷൻ അഥവാ അറ്റോമിക് നമ്പർ ഓഫ് സെൻട്രൽ മെറ്റൽ മൈനസ് ഇറ്റ്സ് ലോസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്ഡ് ബൈ ഓക്സിഡേഷൻ ആണ്, ആൻഡ് പ്ലസ് 2 ഇൻറ്റു കോർഡിനേഷൻ നമ്പർ. ഇത് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ കിട്ടും. അറ്റോമിക് നമ്പർ ഓഫ് ദി മെറ്റലിൽ നിന്ന് അതിൻ്റെ സ്റ്റേറ്റ് എത്രയാണോ അത്രയും ലോസ് ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ അതിലേക്ക് എന്ത് ചെയ്യുക? ഗെയിൻ ആഡ് ചെയ്യുക. മീൻസ് കോർഡിനേഷൻ നമ്പർ എത്രയാണോ, ഒരു കോർഡിനേഷൻ മീൻസ് ഒരു ലിഗാൻഡ് ഒരു പെയർ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുക. 2 ഇൻറ്റു കോർഡിനേഷൻ നമ്പർ മീൻസ് കോർഡിനേഷൻ നമ്പർ എത്രയാണ് ദാറ്റ് ഇൻറ്റു 2 ആയിരിക്കും അവിടുത്തെ നെറ്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാനുള്ളത്. ഇഫ് ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ ഇസ് ഈക്വൽ ടു നോബൽ ഗ്യാസ് അറ്റോമിക് നമ്പർ, ദെൻ ദ കോംപ്ലക്സ് ഇസ് സ്റ്റേബിൾ. അത്തരം കേസിൽ കോംപ്ലക്സ് ഉണ്ടാവും, സ്റ്റേബിൾ ആവും. നമുക്ക് 1 ബൈ 1 നോക്കാം. അപ്പോൾ ഫസ്റ്റ് കേസ് നോക്ക്, അയൺ +3 സ്റ്റേറ്റ് ആണ്. ഹെറഗെയിൻ അയൺ +3 സ്റ്റേറ്റ്, ഹെറഗെയിൻ അയൺ +3 സ്റ്റേറ്റ്, ഓൾ ആർ ഇൻ +3 സ്റ്റേറ്റ്. സയനൈഡ് ആണ്, ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്ത് സയനൈഡ് സ്ട്രോങ്ങർ ദാൻ നൈട്രൈറ്റ്, സ്ട്രോങ്ങർ ദാൻ അമോണിയ. ശരിയല്ലേ? അപ്പോൾ ഓപ്ഷൻ എ കറക്റ്റ് അല്ലേ? കറക്റ്റ് ഓർഡർ ആണ്. ഇനി ബി ആണെങ്കിലോ, നിക്കൽ ഹൈഡ്രോക്സൈഡിലെ നിക്കലും രണ്ടും നിക്കലാണ്, +2 ആൻഡ് അഗെയിൻ +2 സ്റ്റേറ്റ് ആണ്, സെയിം നമ്പർ ഓഫ് ലിഗാൻസ് ആണ്, ബട്ട് അമോണിയ സ്ട്രോങ്ങർ ദാൻ വാട്ടർ. സോ അഗെയിൻ ബി ആൾസോ ട്രൂ ആണ്, കറക്റ്റ് ഓർഡർ ആണ്. നമ്പർ സി ആണെങ്കിൽ COEN thrice 3+, more than CONH3 6 times 3+. Again same central atom, trivalent, but the EN and this one ammonia. EN എന്താണ്? Chelation. Greater the chelation, greater will be stabilization. Option D, all are correct. So greater chelation, greater will be stability. Then stronger field or pi-acid ligand, stronger stable complex. ഇഫക്റ്റീവ് ആറ്റോമിക് നമ്പർ കാൽക്കുലേഷൻ അഗെയിൻ സ്റ്റെബിലിറ്റി ഈസ് ഹൈ ആയിരിക്കും. ഇഫക്റ്റീവ് ആറ്റോമിക് നമ്പറിന് എക്സാമ്പിൾ പറഞ്ഞുതരാം. NiCN 4 times 2-. ഇതിൽ നിക്കൽ +2 സ്റ്റേറ്റിലാണുള്ളത്. നിക്കൽ +2 സ്റ്റേറ്റിലാണ്. നിക്കലിൻ്റെ ആറ്റോമിക് നമ്പർ 28 ആണ്. +2 മീൻസ് ലോസ് ബൈ 2 ആണ്. ഗെയിനോ 4 സയനൈഡ് ഉണ്ട്. 2 ഫ്രം 1 സയനൈഡ് ഫ്രം ഇൻറ്റു 4 അല്ലേ, 2 × 4 8 ആണ്. അപ്പോൾ 28 - 2 ഇറ്റ് ഈസ് 30, 26 + 8 എത്ര വരിക? ഇറ്റ് ഈസ് 34 അല്ലേ വരുള്ളൂ, 34 ആണ് വരിക. സോ അത് ലെസ് സ്റ്റേബിൾ ആണ്. മനസ്സിലായില്ലേ? ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ കാൽക്കുലേഷൻ എന്ന് പറയും കേട്ടോ. ഇനി 9th one, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. All non-sulfide ores can be concentrated by froth flotation. ഈ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ നമ്മൾ ആർക്കാണ് യൂസ് ചെയ്യുക? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സൾഫൈഡ് ഓർ ആണ്, നോൺ സൾഫൈഡിനല്ല. സോ ഇറ്റ് ഈസ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ശരിയല്ലേ? ഇൻകറക്റ്റ്. വൈ? സൾഫൈഡ് ഓർസ് ആർ കോൺസെൻട്രേറ്റഡ് ബൈ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോഗ്രാം which is based on their preferential adsorption or by their wetting ability ആണ്. The ores are well adsorbed by oil and impurities are well wetted by water. So preferential wetting ability by water on impurities, preferential adsorbing ability on ore particles. Okay, or എന്തായിരിക്കണം? സൾഫൈഡ് ആയിരിക്കണം എന്നുള്ളതാണ്. So option A is incorrect. Now option B ആണെങ്കിലോ, liquation is based upon the boiling point difference. Liquation, it is not based on boiling point, it is melting point. The law of melting, metal melts and flows down on a slopy surface on it. When impure metal is melted, the metal melts and flows down. ശരിയല്ലേ? ഇനി ലോ റിയാക്റ്റീവ് മെറ്റൽ, അപ്പോൾ ഇതും തെറ്റാണ്, എയും തെറ്റാണ്. Low reactive metals like silver, gold, etc. cannot be extracted by hydrometallurgical method. ഇവിടെ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയൊക്കെ എക്സ്ട്രാക്ഷൻ നമ്മൾ മെക്കാർതർ ഫോറസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും?
സയനൈഡ് പ്രോസസ്സ് എന്ന് വിളിക്കും അല്ലേ? ഓർ അഗൈൻ യു ക്യാൻ കോൾ ഇറ്റ് ആസ് ലീച്ചിങ് ബൈ സയനൈഡ് സൊല്യൂഷൻ ആണ്. ഇറ്റ് ഈസ് ഹൈഡ്രോമെറ്റലർജിക്കൽ എക്സ്ട്രാക്ടിങ് ഫ്രം ദർ aqueous salt സൊല്യൂഷൻ ആണ്. സോ ഹിയർ ഓൾ ആർ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് ഡി, all are incorrect. All are incorrect options. Now, question number 10. Which of the following pairs of complexes are isomeric with each other, but their aqueous solution exhibit different molar conductivities? Which of the following pairs of complexes are isomeric with each other, but their aqueous solution exhibit different molar conductivities? Different molar conductivity ambre. They produce different number of moles of ions. If all these produces equal number of ions, equal equivalence of ions, they can conduct in same extent. അപ്പോൾ ഒരു ഐസോമേഴ്സ് ആവും വേണം, ഡിഫറെൻ്റ് ആയ കണ്ടക്ടിവിറ്റീസ് ആവണം. ഇവിടെ പ്ലാറ്റിനം Br2 അമോണിയം Cl2, യെസ് ഐസോമേഴ്സാണ്. ഇയാൾ അയോണൈസ് ചെയ്താൽ 3 അയോണും ഒരു കോംപ്ലക്സ് കാറ്റിയോണും 2 ആനിയോണും. ഇത് അയണൈസ് ചെയ്താൽ 3 അയോൺസ്, 3 ഇക്വലൻ്റ് അയോൺ, 3 മോൾ അയോൺ ഉണ്ടാവും. ശരിയല്ലേ? ഒരു കോംപ്ലക്സ് കാറ്റിയോണും 2 സിമ്പിൾ ആനിയോൺസും. അപ്പോൾ എ അല്ല, സെയിം കണ്ടക്ടിവിറ്റി, ഡിഫറെൻറ്റ് മോളർ കണ്ടക്ടിവിറ്റി, സെയിം മോളർ കണ്ടക്ടിവിറ്റി. ബി ആണെങ്കിലോ CO Cl2 Cl2, then ammonium 4 NO2. Here again they can produce 2 ions. Here again 2 ion. Complex cation, simple anion chloride, complex cation, simple anion nitrite. ശരിയല്ലേ? അപ്പോൾ അതും എന്താണ്? ഈക്വൽ ആണ്. സിയിലാണെങ്കിലോ CO NO2 ONO, ammonia 5 Cl2. Again same number of ions, 3 ions, 1 complex ion and 2 simple ions, 1 complex and 2 simple ions. And option D, cobalt, sulfate, ammonia 4. Here it is Br2, So formula same. Actually this will give 1 complex cation and 2 Br minus ions. Total of 3 ions. Okay. ഇയാളാണെങ്കിലോ 1 complex cation and 1 sulfate anion, simple anion. So a total of 2 ions. So option D are isomers but have different amount of ions. They can produce different amount of ions in solution. So they have different molar conductivities. Option D is the answer. Okay, അത്ര ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്കൊരു ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. ജസ്റ്റ് ഒരു കുറച്ച് സമയം, ഒരു 5 minute ഗ്യാപ്പ് കേട്ടല്ലോ, ജസ്റ്റ് ഷോർട്ട് ബ്രേക്ക്. ഓക്കെ, ദെൻ സീ യു.
ഹായ്, ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. തുടങ്ങാലോ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11 അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 11. The magnetic moment of manganese MnCn 6 times 3 minus is 2.8 Bohr magnet, and that of MnB4Br4 2 minus is 5.9 Bohr magnet. The hybridization and geometries of these complex ions are. Hybridization and geometries of these complex ions are. ഇത്രയാണ് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം അല്ലേ? ഇവിടെ MnCn 6 times 3 minus 2.8 Bohr magnet ആണെന്ന് പറയുന്നുണ്ട്. ഇവിടെ മാംഗനീസ് സ്റ്റേറ്റ് അറിയാം നിങ്ങൾക്ക് ഇതിൽ. മാംഗനീസ് ഈസ് ഇൻ +3 സ്റ്റേറ്റ് ആണോ? CN 6 times 3 മൈനസ് അല്ലേ? അപ്പോൾ സയനൈഡ് -1 ആണ്. 6 CNനോ -6 ഉണ്ടാവും. അപ്പോൾ 3 മൈനസ് നിന്നാലും -3 അവിടെ ഉണ്ട്. സോ മാംഗനീസ് ഈസ് ഇൻ +3 സ്റ്റേറ്റ്. മാംഗനീസ് +3 സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മാംഗനീസ് അറ്റോമിക് നമ്പർ 25 ആണ്. Mn +3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 3d4 എന്ന് വരും. ആൻഡ് അഗെയിൻ സയനൈഡ് സ്ട്രോങ്ങർ ഫീൽഡ് ലിഗാൻഡ് ആണ്. ഞാൻ നേരത്തെ പ്രത്യേകം വരച്ച് കാണിച്ചിട്ടുണ്ട് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിനെ. T2G ആൻഡ് EGയിൽ ΔO മോർ ദാൻ പെയറിംഗ് എനർജിയാണ് വരിക. ശരിയല്ലേ? ഇവിടെ D4 എന്ന് പറഞ്ഞാൽ 1 2 3 ΔO ലാർജ് ആയതുകൊണ്ട് പെയറിംഗ് നടക്കും. സോ ദർ ആർ 1 പെയർഡ് ആൻഡ് 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് അവിടെ ഉണ്ടാവുക. സോ ഡ്യൂ ടു ദീസ് 2 അൺപെയർഡ് ഇലക്ട്രോൺ മാഗ്നറ്റിക് മൊമെന്റ് ഈസ് 2 അല്ലേ? സോ √8 Bohr magnet എന്ന് വരും. അതാണ് 2.8. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, ഇപ്പോൾ ഡീനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഡിയിൽ 1 2 3 4 5 ഉള്ള ഇലക്ട്രോണുകളെ നമുക്ക് എങ്ങനെ ഒതുക്കി എഴുതാം? 1 2 3 4 T2G, where EG is free. Now it can undergo hybridization with the remaining S and P orbital. ഇത് 4s ആണ്, ഇത് 4p ആണ്, ഇത് 3d ആണ്. So it is D2sp3 hybridization. So MnCn4 6 times 3 minus hybridization ഏതാണ്? This D2sp3 and octahedral. ഇനി ആരെ അറിയണ്ടേ? MnBr4 2 minus ആണ് അറിയേണ്ടത്. Here manganese is in +2 state ആണോ? കാരണം Br -1 4Br -4 ആണ് ഉണ്ടാവുക. സോ മാംഗനീസ് ഇസ് ഇൻ +2 സ്റ്റേറ്റ്. മാംഗനീസ് +2 സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 2d5 ആണ്, d5. ആൻഡ് ബ്രോമൈഡ് ഈസ് എ വീക്ക് ഫീൽഡ് ലിഗാൻഡ്. ബ്രോമൈഡ് എന്താണ്? വീക്കർ ഫീൽഡ് ലിഗാൻഡ് ആണ്. അപ്പോൾ വീക്ക് ഫീൽഡ് ലിഗാൻഡ് വന്നാൽ നോ പെയറിംഗ് ടേക്സ് പ്ലേസ്. സോൾ ആർ സിംഗ്ലി ഓക്യുപ്പൈഡ്. ഇന്നർ ഡി ആർ നോട്ട് അവൈലബിൾ. സോ ദ ഹൈബ്രിഡൈസേഷൻ ഈസ് sp3 hybridization. The hybridization is sp3 hybridization. So the geometry tetrahedral geometry. അപ്പോൾ ഇയാൾ ടെട്രാഹീഡ്രൽ ആണ്, sp3 ടെട്രാഹീഡ്രൽ ആണ്. ആൻഡ് ദിസ് വൺ D2sp3 സ്ക്വയർ പ്ലാനാർ അല്ല, octahedral geometry. ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് മൊമെൻറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസിനെ പ്രൊഡിക്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്പർ ഓഫ് അൺപെയർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നേച്ചർ ഓഫ് ലിഗാൻഡ് നമ്മളിപ്പോൾ ഞാനിവിടെ സയനൈഡ് സ്ട്രോങ് ഫീൽഡ് എന്ന് എനിക്കറിയാം, ബ്രോമൈഡ് വീക്ക് ഫീൽഡ് എന്നും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പ്രൊഡിക്റ്റ് ചെയ്തു വീക്ക് ഫീൽഡ് ആണ്, സ്ട്രോങ് ഫീൽഡ് ആണ് എന്ന്. പക്ഷെ അത് അറിയാത്ത ഒരാളെ കുറിച്ച് അത് എങ്ങനെയാണ്? അയാളുടെ മാഗ്നറ്റിക് ഡാറ്റ ആളെ ഹെൽപ്പ് ചെയ്തോളും. കാരണം ഈ ഫസ്റ്റ് കേസ് 2.8 Bohr magnet ആവണമെങ്കിൽ മസ്റ്റായിട്ടും അവിടെ 2 അൺപെയർഡ് ഇലക്ട്രോൺ വേണം. 2 അൺപെയർഡ് ആവണമെങ്കിൽ മസ്റ്റായിട്ടും അയാൾ എന്താണ്? D4 സ്ട്രോങ്ങർ ഫീൽഡ് ആവണം. D4 വീക്ക് ഫീൽഡ് ആണെങ്കിലോ അവിടെ 4 അൺപെയർഡ് ഇലക്ട്രോൺ വരും. D4 സ്ട്രോങ് ഫീൽഡോ 2 അൺപെയർഡ് വരും. ഇതുപോലെ ബ്രോമൈഡ് വീക്ക് ഫീൽഡ് ആണ്. നമ്മൾ എങ്ങനെ കണക്കൂട്ടുക? ഇവിടെ നമുക്ക് 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട് എന്നതിൻ്റെ പ്രൂഫ് എന്താണ്? മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് 5.9 ആണ്, അഥവാ √35 ആണ്. √35 ആണെങ്കിൽ 5 × 5 + 2 ആണത്. അപ്പോൾ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് n = 5 ആണ്. 5 അൺപെയർഡ് വരണമെങ്കിൽ അത് മസ്റ്റായിട്ട് വീക്കർ ഫീൽഡ് ആവണം. അപ്പോൾ സ്ട്രോങ് ഫീൽഡ് ആയിരുന്നെങ്കിൽ അവിടെ എന്തായിരിക്കും? 1 2 3 4 5 T2G 5 എന്നാണ് അത് വരിക. അപ്പോൾ ഒരു അൺപെയർഡ് അവിടെ ഉണ്ടാവുള്ളൂ. പക്ഷെ അവിടെ എന്തുണ്ട്? 5 അൺപെയർഡ്. സോ 5 അൺപെയർഡ് ഉണ്ടാവണമെങ്കിൽ മാക്സിമം അൺപെയർഡ് ആണ്, ഹൈ സ്പിൻ ആണ്, വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. ഇതാണ് നമ്മൾ ഈ VBT തിയറി, നമ്മൾ ഹൈബ്രിഡൈസേഷനൊക്കെ ഇതിൽ കുറേ ഫെയിലിയർ, ലിമിറ്റേഷൻസ്, കോർഡിനേഷൻ പറയാറുണ്ട്.
കാരണം അവിടെ ലിഗാൻഡ് സ്ട്രോങ് ആണ് വീക്ക് ആണ് പറയാനുള്ള മാർഗ്ഗമില്ല എന്നാണ് പറയാം. സ്പെക്ട്രോകെമിക്കൽ സീരീസ് വെച്ച് നമുക്ക് ലിഗാൻഡ് സ്ട്രോങ് ആ വീക്ക് എന്ന് പറയാം. അത് CFT ആണ്, ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയാണ്. ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ കൺസെപ്റ്റ് വെച്ചിട്ട് ലിഗാൻഡ് സ്ട്രോങ് വീക്ക് എന്ന് പറയാം. അതേസമയം VBTയുടെ വാലൻസ് ബോണ്ട് തിയറിയുടെ കൺസെപ്റ്റ് വെച്ച് നമുക്ക് എന്ത് പറയാൻ കഴിയില്ല, അത് സ്ട്രോങ്ങോ വീക്കോ എന്ന് പറയാൻ കഴിയില്ല. അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഡാറ്റയാണ് മാഗ്നറ്റിക് ഡാറ്റ. അപ്പോൾ എക്സ്പെരിമെൻറ്റിൽ മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കുക, ആ മാഗ്നറ്റിക് മൊമെൻറ്റുമായിട്ട് മാച്ചായിട്ട് വരുന്ന നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് സെലക്ട് ചെയ്യുക. അത് വെച്ചിട്ട് നമ്മൾ പെയറിംഗ് ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്യുക. മനസ്സിലായോ? ഇത്രയാണ് അതിൽ പറയാനുള്ളത്. ക്ലിയർ അല്ലേ? നൗ ക്വസ്റ്റ്യൻ നമ്പർ 12. Which of the following has highest value of magnetic moment? ഹയസ്റ്റ് വാല്യൂ ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഇതിൽ ആർക്കാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോർമലി നമുക്കിവിടെ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് അറിയേണ്ടി വരും. ആൻഡ് അഗെയിൻ വി ആർ നോർമലി ട്രൈങ് ടു കാൽക്കുലേറ്റിംഗ് ദ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻറ്റ് എന്നാണ്. Fe2+ അയൺ അറ്റോമിക് നമ്പർ 26 ആണ്, അത് അയണ്ടതാണ്. Fe2+ ആയി കഴിഞ്ഞാൽ 4s0 and 3d6 ആയിരിക്കും. അത് 26 ആരാണ്? Fe ആണ്. സിങ്ക് എത്രയാ? ഇറ്റ് ഈസ് 30 ആണ്. ആൻഡ് Zn2+ എന്ന് പറഞ്ഞാൽ 4s0 3d10 ആയിരിക്കും. ആൻഡ് അഗൈൻ യൂറോപ്പിയം അറ്റോമിക് നമ്പർ 63 ആണ്, 63 ആണ്. ആൻഡ് യൂറോപ്യം +2 ആയി കഴിഞ്ഞാൽ കോൺഫിഗറേഷൻ എന്ന് വരാൻ അറിയില്ലടാ, 6s0 ആൻഡ് 4f7 എന്ന് വരും. അന്ന് ട്രൈ ടു റൈറ്റ് സിംപ്ലി. ആൻഡ് ഫോർ സമേറിയം ഇറ്റ് ഇസ് 62 ആണ്. +2 സ്റ്റേറ്റ് വന്നാൽ 6s0 4f6 ആണ്. സോ വാട്ട് അബൌട്ട് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ഫോർ Fe? ആൻഡ് അഗെയിൻ ഓൾ ദീസ് ആർ അയോൺസ് ആൻഡ് ലിഗാൻഡ് സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ അത്തരം സിറ്റുവേഷനിൽ അക്വസ് ആയിട്ടാണ്, നമ്മൾ വാട്ടർ ആയിട്ടാണ് ലിഗാൻഡിനെ കൺസിഡർ ചെയ്യുക. ആസ് എ വീക്കർ ഫ്ലൂയിഡ് ലിഗാൻഡ് ഇറ്റ് വിൽ നോട്ട് ഫോഴ്സസ് ദ ഇലക്ട്രോൺസ് ടു പെയർ അപ്പ്. അപ്പോൾ ഓൾ ദി ഇലക്ട്രോൺസ് ആർ മാക്സിമം അൺപെയർഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. For a D6 system, 1, 2, 3, 4, 5, 6. There are 4 unpaired electrons. So root 24 is the answer for that. And for D10, fully paired 1, 2, 3, 4, 5, 6, 7, 8, 9, 0 unpaired and moment is equal to 0. And 4f7, there are 7 unpaired electrons. 1, 2, 3, 4, 5, 6, 7. 1, 2, 3, 4, 5, 6, 7. 7 unpaired electrons. അപ്പോൾ റൂട്ടിനകത്ത് 7 × 7 + 2. 7 + 2 9 ആണ്. 63 അല്ലേ? റൂട്ട് 63. ദാറ്റ്സ് എ ബിഗ്ഗസ്റ്റ് വാല്യൂ, ബിഗർ വാല്യൂ. നൗ 4f6 ആണെങ്കിലോ 6 unpaired electrons are there. 1, 2, 3, 4, 5, 6. 1, 2, 3, 4, 5, 6. അവിടെ 6 unpaired electron. 6 × 6 + 2 48 അല്ലേ? root 48. It's the highest value. The maximum magnetic moment is observed in the case of europium 2+. It is around root 63. So here we are considering only spin only magnetic moment is considered. Root for n into n+2. ഇപ്പോൾ ഇവിടെ മറ്റൊരു പ്രശ്നം വരിക, ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിലോ if you are considering orbital magnetic moment, അത് ഡീവ്ലൂക്കിൻ്റെ കേസിൽ ഈ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് കളയും. അപ്പോൾ അതിൻ്റെ ഇഫക്റ്റ് വളരെ കുറവായിരിക്കും. ആക്ച്വലി മാഗ്നറ്റിക് മൊമെൻറ്റ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ സ്പിന്നുള്ളി മൊമെൻറ്റ് പ്ലസ് ഓർബിറ്റൽ മൊമെൻറ്റ് ആണ്. അപ്പോൾ ഈ സ്പിന്നുള്ളി മൊമെൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് വെച്ചിട്ട്. ആൻഡ് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റ് സെക്കൻഡ് മാഗ്നറ്റിക് മൊമെൻറ്റ് ആണ്. അത് ഡീൻ്റെ കേസിൽ NCT പറയുന്നത് ഇറ്റ് ഈസ് ഇഫക്റ്റീവ്ലി ക്വഞ്ചഡ് എന്നാണ് പറഞ്ഞത്. അത് ക്യാൻസലേഷൻ നടന്നിട്ടുണ്ട്, അതിൻ്റെ ഇമ്പാക്റ്റ് കുറയും. ഡ്യൂ ടു സ്പെസിഫിക് ഓറിയൻറ്റേഷൻ ഓഫ് ദി ഓർബിറ്റൽസ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ക്യാൻസൽഡ് ആണ്. എഫിൽ അത്ര ഒരു ക്യാൻസലേഷൻ ഇല്ല. ഓൾറെഡി NCTയിൽ കാണാം, എസ്പെഷ്യലി നിയോഡീമിയം വിത്ത് ലെസർ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ദാൻ യൂറോപ്പിയം ആൻഡ് സെമേറിയം ആർ മോർ പാരാമാഗ്നറ്റിക് എന്ന് കൊടുത്ത് കാണാൻ കഴിയും. ഇറ്റ് ഈസ് ഡ്യൂ ടു ഇമ്പാക്റ്റ് ഓഫ് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. നമ്മളിവിടെ ക്വസ്റ്റ്യൻ സിംപ്ലി ഹയസ്റ്റ് വാല്യൂ ഓഫ് മാഗ്നറ്റിക് മൊമെൻ്റ് എന്നേ ഉള്ളൂ. സിംപ്ലി ട്രൈ ടു കാൽക്കുലേറ്റിംഗ് ദി സ്പിനുള്ളി മൊമെൻറ്റ് ബേസ്ഡ് ഓൺ ദാറ്റ് ദ യൂറോപ്പിയം ഈസ് ദി ആൻസർ. മനസ്സിലായോ? ഓക്കെ. നൗ 13. Of the various methods used for the purification of metals, nickel and titanium are purified by using the processes. For nickel, the method used is Mons process. It is Mons process. Nickel
First it converted into volatile complex. Then it decomposes to nickel back. It's called a Mons process. And for titanium, it is one-arcal method on a Ti into TiI4, then into Ti further heating is called one-arcal. So Mons process and one-arcal de-Bose process respectively. Option A is the answer. And titanium മാത്രമല്ല, zirconium also refined by one-arcal method and Mons by nickel by Mons. In all these processes, from the impure metal mixture, from the impure metal atoms are converted into volatile complexes by treating with the agents like carbon monoxide or iodine. They form complexes that are volatile in nature. ശരിയല്ലേ? ആ volatile complexesന് further thermal decomposition കൊടുത്താൽ അത് decompose ചെയ്തിട്ട് metal ആയിട്ട് മാറും. The process is called vapor phase refining. Vapor phase refining എന്ന് വിളിക്കും. ശരിയല്ലേ? So option A is the answer. Question number 14. Which of the following is correct pair of chiral isomers? Which one is correct pair of chiral isomers? ആരാണ് chiral isomers ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നവർക്ക് ആരൊക്കെയാണ് chiral ആയിട്ടുള്ളത് എന്നുള്ളതാണ്. First one is CrCl2 oxalate twice 3 minus. Second one CrCl2 oxalate. അത് trans ആണ്, but first one cis ആണ്. അല്ലെ Ma2 BC or BB twice അല്ലേ എന്നൊരു ഫോർമാറ്റിൽ സിസും ട്രാൻസും ഉണ്ടെങ്കിൽ സിസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, ട്രാൻസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. കാരണം എന്താണെന്ന് അറിയില്ലേ? ഇപ്പോൾ ഇവിടെ ക്രോമിയം Cl സിസ, then oxalate ഇത് സിസ് ഫോർമാറ്റാണ്. അതിന് മിറർ ഇമേജ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നോൺ സൂപ്പർ ഇമ്പോസബിൾ മിറർ ഇമേജ് കിട്ടും. ദാറ്റ് മീൻസ് ദ കോംപ്ലക്സ് ഇസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. സോ സിസ് ഫോം ഒപ്റ്റിക്കലി ആക്റ്റീവ്. എന്നാൽ അതിൻ്റെ തന്നെ ട്രാൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാലോ CrCl Cl oxalate having plane of symmetry, optically inactive. In option B നോക്കേ, similar molecule and optical active ആണ്. And cis PtCl2En twice, again optically active, same format അല്ലേ, second optically active. It is both are cis format and have non-superimposable mirror images and optically active. Option C ആണല്ലോ trans having plane of symmetry inactive, trans having plane of symmetry inactive, trans optically inactive, cis optically active. അപ്പോൾ ഇനാക്റ്റീവ് ഉള്ള കട്ട് ചെയ്ത് കളയാണെങ്കിൽ രണ്ടും ആക്റ്റീവ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ഏത് മാത്രമേ ഉള്ളൂ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ഒപ്റ്റിക്കലി ആക്റ്റീവ്, ബോത്ത് ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ്. അപ്പോൾ സിസ് ഫോം ആണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുക, ട്രാൻസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല, ഹാവിംഗ് പ്ലെയിൻ ഓഫ് സിമെട്രി ആൻഡ് സോ ഹാവിംഗ് പ്ലെയിൻ ഓഫ് സിമെട്രി ആൻഡ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ക്യാൻസൽഡ് ഈച്ച് അതർ. ക്ലിയർ അല്ലേ? Now question number 15. The product obtained by heating zinc blend, that is ZnS, in air is dissolved in dilute sulfuric acid. For zinc blend heating in air ആണ്. For ZnS with oxygen and the product zinc oxide ആണ്. ഇനി dissolved in dilute sulfuric acid, dilute H2SO4 will get zinc sulfate, no doubt. Zinc sulfate. അതാണ് A. ഇനിയോ മിക്സ്ചർ ഓഫ് എ ആൻഡ് ബേരിയം സൾഫൈഡ് യൂസ്ഡ് ആസ് വൈറ്റ് പിഗ്മെൻറ്റ്. സിങ്ക് സൾഫേറ്റ് ആണ് ബേരിയം സൾഫൈഡ് അല്ലേ, ആ മിക്സ്ചറാണ് ഇത് വൈറ്റ് പിഗ്മെൻറ്റ് എന്നറിയപ്പെടുക. ചൂസ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എമംഗ് ദ ഫോളോയിങ്. എ ഇസ് നോൺ ആസ് വൈറ്റ് വിട്രിയോൾ വെൻ ഇറ്റ് ഈസ് ഇറ്റ് ഈസ് വൈറ്റ് വിട്രിയോൾ. സിങ്ക് സൾഫേറ്റ് ഡോട്ട് 7H2 ഈസ് കോൾഡ് വൈറ്റ് വിട്രിയോൾ. കേട്ടിട്ടുണ്ടോ? കോപ്പർ സൾഫേറ്റ് ഡോട്ട് 5H2O ഇറ്റ് ഈസ് കോൾഡ് ബ്ലൂ വിട്രിയോൾ. എന്താ പേര്? ബ്ലൂ വിട്രിയോൾ. അതേസമയം FeSO4.7H2 ആണെങ്കിലോ ഇറ്റ് ഈസ് ഗ്രീൻ വിട്രിയോൾ. ഗ്രീൻ വിട്രിയോൾ. For zinc sulfate dot 7H2O is white vitriol. Option A correct ആണ്. A can also be prepared by reaction. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ ഓപ്ഷൻ എ എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ എ കറക്റ്റ് ആണ്.
B. A can also be prepared by reaction of zinc carbonate with zinc sulfuric acid. ZnCO3, any carbonate with H2SO4 will give Zn sulfate, zinc sulfate. ശരിയല്ലേ? A can be prepared. അപ്പോൾ ബിയും കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. A mixture of A and barium sulfate is called lithophone, and A is zinc oxide and amphoteric in nature. ഇവിടെ ബേരിയം എ ആൻഡ് ബേരിയം സൾഫേറ്റ് മിക്സ് ലിത്തോപ്പോൺ എന്ന് വിളിക്കാറുണ്ട്. സെക്കൻഡ് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എ ഈ സിങ്ക് ഓക്സൈഡ്. എ സിങ്ക് ഓക്സൈഡ് ആണോ? അല്ല, ഇറ്റ് ഈസ് സിങ്ക് സൾഫേറ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ ഡി ഈസ് ഇൻകറക്റ്റ്. എ ഈസ് നോട്ട് ഓക്സൈഡ്, ഇറ്റ് ഈസ് സിങ്ക് സൾഫേറ്റ്. Now question number 16. Choose the correct order of wavelength of absorption of visible region. അബ്സോർപ്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ സ്പ്ലിറ്റിംഗ് ഗ്യാപ്പ് ആൻഡ് കളർ. ദ കളർ ഈസ് ഡ്യൂ ടു ഡി ട്രാൻസിഷൻ ആണ്. ദി orbital split into 2 T2G and EG. Now the electrons in T2G can undergo transition between these two levels. If delta is large, delta large വന്നാൽ അബ്സോർപ്ഷൻ എവിടെ വരും? ഹൈ എനർജിയിൽ വരും. അപ്പോൾ കളർ ഒബ്സർവ്ഡ് കളർ എവിടെ വരിക? ഒബ്സർവ്ഡ് കളർ എവിടെ വരിക? ഇറ്റ് ഈസ് ലോവർ എനർജിയിൽ വരും. ലോവർ എനർജി. വൈ? ഹയർ എനർജി റീജിയൻ അബ്സോർബ്ഡ്, ലോവർ എനർജി റീജിയൻ ട്രാൻസ്മിറ്റഡ് ഓർ റിഫ്ലക്റ്റഡ് ബാക്ക്. ദാറ്റ്സ് കോംപ്ലിമെൻ്ററി കളർ. കോംപ്ലിമെൻ്ററി കളർ. ഹയർ എനർജിൻ്റെ കോംപ്ലിമെൻ്ററി, ലോവർ എനർജി റീജിയനിലാണ് വരിക. നമ്മുടെ ചോദിച്ചെന്താണ്? വേവ് ലെങ്ത്തിൻ്റെ ഓർഡറിലാണ് ചോദിച്ചത്. ഓക്കെ. അപ്പോൾ ഡെൽറ്റ കൂടിക്കഴിഞ്ഞാൽ ഒബ്സർവേഷൻ ലോവർ എനർജിയാണ്. ഓക്കെ. ഒബ്സർവ്ഡ് കളർ എന്താണ്? ലോ എനർജിയാണ്. എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത്ത് കൂടൂലേ? ലാംഡ കൂടും. വേവ് ലെങ്ത്ത് എനർജി കുറയാൻ മീൻസ് ഫ്രീക്വൻസി കുറയുക. ഫ്രീക്വൻസി കുറഞ്ഞാൽ വേവ് ലെങ്ത്ത് കൂടും. അപ്പോൾ സ്പ്ലിറ്റിംഗ് ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ അബ്സോർപ്ഷൻ ഇൻവിസിബിൾ ആണ്. അബ്സോർപ്ഷനാണ് ചോദിച്ചത്, ഒബ്സർവേഷൻ അല്ല ചോദിച്ചല്ലേ. നമുക്ക് തിരിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. സോ വേവ് ലെങ്ത് ഓഫ് അബ്സോർപ്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അത് എവിടെ എത്തിയിട്ടുണ്ട്? എമിഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എമിഷൻ നമുക്ക് മായ്ക്കാം. നമുക്ക് എന്ത് മതി? അബ്സോർപ്ഷൻ തന്നെ മതി അല്ലേ? അപ്പോൾ ഒബ്സർവേഷൻ വേണ്ട. അപ്പോൾ അബ്സോർപ്ഷൻ ഹയർ എനർജി. സോ ഡെൽറ്റ ലാർജ് എങ്കിൽ അബ്സോർപ്ഷൻ ഹയർ എനർജിയാണ്. അപ്പോൾ അബ്സോർപ്ഷൻ്റെ വേവ് ലെങ്ത്ത് ഹൈ എനർജി മീൻസ് വേവ് ലെങ്ത്ത് കുറവായിരിക്കും. അപ്പോൾ ഡെൽറ്റ കൂടുന്തോറും വേവ് ലെങ്ത്ത് കുറയാണ് ചെയ്യുക. അപ്പോൾ ഡെൽറ്റയുടെ ഇൻക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത്തിൻ്റെ ഡിക്രീസിങ് ഓർഡർ ആയിരിക്കും. തന്നിട്ടുള്ളതിൽ NO2 മൈനസ് അമോണിയ ആൻഡ് വാട്ടർ. സ്ട്രെങ്ത് ഓഫ് ലിഗാൻഡ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഡെൽറ്റയുടെ ഓർഡർ ഹയസ്റ്റ് വാല്യൂ ഓഫ് ഡെൽറ്റ ആർക്കാണ്? ഇയാൾക്കാണ് മാക്സിമം ഡെൽറ്റ വരിക ആൻഡ് മിനിമം വേവ് ലെങ്ത്ത് വരിക. സോ വേവ് ലെങ്ത്തിൻ്റെ ഓർഡർ അല്ലേ ചോദിച്ചത്? ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. സോ ദി സ്ട്രോങ്ങർ ഫീൽഡ് ലിഗാൻഡ് gap is very large. So absorption higher energy region means എന്താണ്? lower wavelength ആയിരിക്കും. H2O weaker field ligand gap is very small. So energy absorption lower energy means low frequency and higher wavelength. So higher wavelength weaker field കൂടെ and lower wavelength shorter wavelength stronger field കൂടെ ഉണ്ടാവും. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദി ആൻസർ. പിന്നെ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക. ഈ ഡെൽറ്റ നോക്കിയിട്ടാണല്ലോ നമ്മൾ വേവ് ലെങ്ത്ത് പറഞ്ഞത്. ഈ ഡെൽറ്റ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് 4 എണ്ണമാണ്. അതിൽ ഒന്ന് ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്ത് ആണ്. ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്ത്. ലിഗാൻഡ് സ്ട്രോങ് ആയാൽ ഗ്യാപ്പ് കൂടും. ലിഗാൻഡ് വീക്ക് ആയാൽ ഗ്യാപ്പ് കുറയും. അങ്ങനെ നമ്മൾ സ്പെക്ട്രോകെമിക്കൽ സീരീസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. രണ്ടാമത്തത് ചാർജ് ഓൺ ദ മെറ്റലാണ്. ചാർജ് ഓൺ മെറ്റൽ. ഇപ്പോൾ Fe2+ൻ്റെ കൂടെ Fe3+ൻ്റെ കൂടെ ലിഗാൻഡ് വന്നു കഴിഞ്ഞാൽ Fe3+ലാണ് സ്പ്ലിറ്റിംഗ് കൂടുതലുണ്ടാവുക. ഇനി അപ്പോൾ ചാർജ് ഓൺ ദ മെറ്റലായി. ഇനി 3D സീരീസിലെ മെറ്റൽ, 4D സീരീസിലെ മെറ്റൽ, 5D സീരീസിലെ മെറ്റൽ സ്പ്ലിറ്റിംഗ് കൂടുതൽ ആർക്കായിരിക്കും? 4Dക്കും 5Dക്കാണ്. അപ്പോൾ Ni2+ഉം പലേഡിയം 2+ഉം കമ്പയർ ചെയ്യുമ്പോൾ with the same ligand the splitting is more in palladium or platinum 2+.
ഇപ്പോൾ ക്ലോറൈഡ് നിക്കലിൻ്റെ കൂടെ വന്നാൽ വീക്കർ ഫീൽഡാണ്. ഇവിടെ പ്ലാറ്റിനത്തിൻ്റെ കൂടെ വന്നാൽ സ്ട്രോങ്ങർ ഫീൽഡിനെ പോലെ പ്ലാറ്റിനത്തെ നല്ലപോലെ സ്പ്ലിറ്റ് ചെയ്യിക്കും. അപ്പോൾ ക്ലോറൈഡ് അല്ല പ്രശ്നം, ഇവിടെ മെറ്റലാണ് പ്രശ്നം. ആൻഡ് ഫൈനലി സ്ക്വയർ പ്ലാനാർ ഫീൽഡിലാണോ ഒക്ടാഹൈഡ്രൽ ഫീൽഡിലാണോ ടെട്രാഹൈഡ്രലാണോ മോർ സ്പ്ലിറ്റിംഗ്? സ്ക്വയർ പ്ലാനാറിൽ ഈസ് മോർ ദാൻ ഒക്ട മോർ ദാൻ ടെട്രാഹൈഡ്രൽ. ഇതാണ് ഓർഡർ ഓഫ് സ്പ്ലിറ്റിംഗ് ഗ്യാപ്സ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17. സിന്നബർ, ഗലേന ആൻഡ് വില്ലിമൈറ്റ്. സിന്നബർ ആരാ? HGS. ഗലേന ആരാ? PBS. വില്ലിമൈറ്റ് ആരാ? സിങ്ക് സിലിക്കേറ്റ്. ZnSiO3. സിങ്ക് സിലിക്കേറ്റ് ആണ്. ആർ ഓർസ് ഓഫ് എ ആരൊക്കെയാ? മെർക്കുറി, ലെഡ് ആൻഡ് സിങ്ക്. മെർക്കുറി, ലെഡ് ആൻഡ് സിങ്ക് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ കോപ്പർ ഇത് തെറ്റാണ്, മെർക്കുറി കോപ്പർ ഇത് തെറ്റാണ്, ലെഡ് മെർക്കുറി, അപ്പോൾ ഓർഡർ ഇത് തെറ്റാ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഗലേന ലെഡാണ്, PBS ആണ്, സിന്നബർ HGS ആണ്, വില്ലിമൈറ്റ് സിങ്ക് സിലിക്കേറ്റ് ആണ്. ആൻഡ് മെറ്റൽ ഇസ് പ്രസൻറ്റ് ഇൻ സിന്നബർ, ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് മെർക്കുറി, ആൻഡ് വില്ലിമൈറ്റ്, ദാറ്റ് ഇസ് സിങ്ക് ഓർ സിലിക്കൺ, ആർ പ്യൂരിഫൈഡ് ബൈ റെസ്പെക്റ്റീവ്ലി. സോ ഓപ്ഷൻ ബി ഏതാണെങ്കിൽ പാസിംഗ് ത്രൂ ഡയലൂട്ട് നൈട്രിക് ആസിഡ്, പാസിംഗ് ത്രൂ ഡയലൂട്ട് നൈട്രിക് ആസിഡ് ആൻഡ് ഇലക്ട്രോലൈസിസ് ആണ്. അപ്പോൾ രണ്ടിൻ്റെയും സൊല്യൂഷൻ, സാൾട്ട് സൊല്യൂഷൻ ആൻഡ് ഇലക്ട്രോലൈസിസ് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാളുടെ പ്രൊപ്പോർഷണൽ വോൾട്ടേജിൽ കറസ്പോണ്ടിങ് മെറ്റൽസിനെ ഡെപ്പോസിറ്റ് ചെയ്യിക്കാൻ കഴിയും. കേട്ടല്ലോ? ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. Now 18. Which of the following statements are true regarding color of Ni3+, Cr3+, Zn2+, and Fe3+? All four are colored. Ni3+ means Ni3+. This D7 on system stands for color DD transition. Cr3+ D3 configuration. Zn2+ D10 expected to be colorless. And Fe3+ D5 colored. അപ്പോൾ ആർക്ക് കളറിൽ? ഓൾ ഫോർ തെറ്റാ. ഓൾ ഫോർ കളർസ് അതും തെറ്റാ. Ni, ക്രോമിയം ആൻഡ് ആർ കളർലെസ് തെറ്റാണ്. നിക്കൽ, ക്രോമിയം ആൻഡ് Fe3 ആർ കളർ. ഡി കറക്റ്റാണ്. Zn2+ കളർലെസ് അതും ശരിയാണ്. സോ ഡി ആൻഡ് ഇ ആർ കറക്റ്റ്. ഓപ്ഷൻ ഡി. കളറുള്ള ആർക്കാ? Ni3+, Cr3+ ആൻഡ് Fe3+ ആർ കളേർഡ് ആൻഡ് Zn2+ is colorless species. ഓക്കെ അല്ലേ? Now question number 19. When sodium dichromate is treated with KCl, CrO4. Sodium dichromate ആണല്ലേ, സോറി, it is sodium dichromate. Na2Cr2O7. Treated with KCl, it forms K2Cr2O7, potassium dichromate. It produces orange crystals of compound A. അതാണ് അത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. അപ്പോൾ എ കിട്ടി. ഇനി വിച്ച് ട്രീറ്റഡ് വിത്ത് സൾഫ്യൂരിക് ആസിഡ് ആണ് KCl, H+ ആൻഡ് Cl-. ക്രോമിൽ ക്ലോറൈഡ് CrO2Cl2. ക്രോമിൽ ക്ലോറൈഡ്, ഡീപ് റെഡ് വേപ്പേഴ്സ് ഓഫ് ക്രോമിൽ ക്ലോറൈഡ്. ബിയും കിട്ടി. ഐഡൻറ്റിഫൈ എ ആൻഡ് ബി. വാട്ട് ഈസ് എ? ഇറ്റ് ഈസ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. B is chromyl chloride. Option C is the answer. K2Cr2O7 and CrO2Cl2, chromyl chloride. This test is called chromyl chloride test. Test for chloride ions. Test for chloride. We'll get reddish vapors of deep red vapors of chromyl chloride if you add chloride. Chloride presence detect ചെയ്യുന്ന മാർഗ്ഗമാണ്. സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുക, then potassium dichromate solution ഒഴിക്കുക. Okay. Now 20. The coordination compound of its name is tetramine. Dichloro copper 2. Copper dichloro tetramine 2. Okay. Neutral complex will show. ഇയാൾക്ക് എന്താ ഐസോമർസ് ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ Cl2 ഇത് ന്യൂട്രൽ കോംപ്ലക്സ് ആണ്, പുറത്താരുള്ള നോ അയോണൈസേഷൻ ഐസോമർസ് ഇല്ല, ലിങ്കേജിന് ആംബിഡൻ്റ് ലിഗാൻഡ് ഇല്ല, കോഓർഡിനേഷൻ ഐസോമർസ് 2 സ്ഫിയർ ഇല്ല, ഇറ്റ്സ് ജിയോമെട്രിക്കൽ ഐസോമർസം, ഇറ്റ്സ് ട്രാൻസ് ഐസോമറിസം. ശരിയല്ലേ? അപ്പോൾ Cu Cl ammonia cis form, then Cu Cl
ammonia, 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 ammonia. This one cis and this one trans. Cis and trans. So geometrical isomerism option B. Now question number 21. The oxidation states of iron atoms in the compounds A, B, C are respectively X, Y, Z. The sum of X, Y, Z is. For one by one case നമുക്ക് നോക്കാം. ഇതിൽ NOS അല്ലേ, isothiocyanate, then -1, Cn -1, total -6 plus 4. So iron is in +2 state. അപ്പോൾ ഇതിൽ +2 ആണ്. Then Na4FeO4 iron is in +4. Sorry, it is -8 and +4. So iron is in +4 state. It is +4. And in metal carbonyls, ligand is neutral. Iron is in 0 state. The sum is 6. 2 + 4, it is 6. Easy question അല്ലേ, വേറെ കോംപ്ലക്സിറ്റീസ് ഒന്നുമില്ല കേട്ടല്ലോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. Now complex A has composition H12O6 Cl3Cr. Okay, if the complex ion on treatment with the constant sulfuric acid loses 13.5% of its original mass, how many moles of AgCl will be precipitated by reaction of 1 mole complex A? ഈ കോംപ്ലക്സ് എയുമായിട്ട് എത്ര അല്ലേ, കോംപ്ലക്സിൽ ഇവിടെ നോക്കൂ, ഈ 6H12O6 എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 6H2O എന്ന് എടുക്കാം. 6H2O. അപ്പോൾ സെൻട്രൽ മെറ്റൽ ക്രോമിയമാണ്, 3 ക്ലോറിൻ ഉണ്ട്, 6 H2O ഉണ്ട്. അപ്പോൾ കോംപ്ലക്സിൻ്റെ ഷേപ്പാണ് വേണ്ട നമുക്ക്. അപ്പോൾ ഇതിൽ ഹീറ്റ് ചെയ്യുമ്പോൾ മാസ് ലോസ് ഉണ്ടാവുന്നുണ്ട്. നോർമലി മാസ് ലോസ് മീൻസ് എന്താണ്, ഇപ്പോൾ കോംപ്ലക്സ് ഡോട്ട് 2H2O എന്ന സമയം XH2O ഉണ്ടെങ്കിൽ ഇയാളാണ് വാട്ടറാണ് വേപ്പറൈസ് ചെയ്ത് എസ്കേപ്പ് ചെയ്ത് പോവുക അവിടുന്ന്. അതാണ് 13.5% എന്ന് പറഞ്ഞാൽ. അപ്പോൾ പെർസെൻറ്റ് ലോസ് 13.5 എന്ന് പറഞ്ഞാൽ എന്താണ്, X ഇൻറ്റു മാസ് ഓഫ് വാട്ടർ. 1 മോൾ വാട്ടറിൻ്റെ 8 ആണ്. അപ്പോൾ എത്ര H2O ഉണ്ടെന്ന് അറിയില്ല. ബൈ മോളാർ മാസ് ഓഫ് ദിസ് സാമ്പിൾ, ഈ സാമ്പിളിൻ്റെ മാസ് ആഡ് ചെയ്യുക. ഇവിടെ ക്രോമിയം എത്രയാണ്, ഇറ്റ് ഈസ് 52 ആണ്, ക്രോമിയം 52 ആണ്, ക്രോമിയം 52. 3 ക്ലോറിൻ എത്രയാണ്, 35.5 ഉണ്ട്. നിങ്ങൾ 35 എടുക്കുകയാണെങ്കിൽ 71ഉം 35ഉം 76ഉം 106 അല്ലേ, ആ 106 ആൻഡ് 107.5 എത്ര വരിക, അത് ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 3 × 35.5 അല്ലെങ്കിൽ 35 എടുത്താലും മതി, അപ്രോക്സിമേഷൻ അല്ലേ. പിന്നെ അതിൽ വരിക 6H2O മാസമാണ്. 6 × H2O മാസമല്ലേ, 6 × 18 സമ്മ് ചെയ്യുക. എത്ര വരിക, എനിക്ക് തോന്നുന്നത് 265 ആണ് സമ്മ് വരിക. സോ ഡിവൈഡ് ബൈ 265. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ X is equal to 265 × 13.5 by 18. ഇൻറ്റു 100 കൂടെ ഉണ്ടാവില്ല, പെർസെൻ്റ് അല്ലേ കണ്ടേ, ഇൻറ്റു 100 കൂടെ ഉണ്ട്. അപ്പോൾ എന്ത് വരും, ബൈ 100 ആൾസോ. അപ്പോൾ എത്ര വാല്യൂ വരിക, ഇറ്റ് ഈസ് 13.5 by 18 to 65 by 100. അപ്പോൾ 2.65 into 13.5 divided by 18. ഇവിടെ 13.5 into 2.65 by 18 ആണ് വരിക. ഓക്കെ, വാല്യൂസ് അപ്രോക്സിമേറ്റ് ചെയ്ത് നോക്കൂ. ഇറ്റ് ഈസ് ഐ തിങ്ക് 2 ആണ്, ഇറ്റ് ഈസ് 2 ആണ് വരിക, 2 നിയർലി 2. ഓക്കെ, ഇതിൽ അപ്പോൾ അപ്രോക്സിമേറ്റ് വാല്യൂ 2 വരും. അതിന് കറക്റ്റ് വാല്യൂ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കും കേട്ടോ. 265 ആണോ സമ്മ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ വാല്യൂ ചിലപ്പോൾ ഫ്ലക്ച്വേഷൻ ഉണ്ടാവാം, അതിന് ന്യൂമറിക്കൽ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ വാല്യൂ എത്ര വരും, ഇറ്റ് ഈസ് 2 എന്ന് വരും. എക്സിൻ്റെ വാല്യൂ 2 എന്ന് പറഞ്ഞാൽ അവിടെ ലോസ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള വാട്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇറ്റ് ഈസ് 2 മോൾ വാട്ടർ ആണ് പെർ മോൾ ഓഫ് ദ കോംപ്ലക്സ്. അപ്പോൾ നമ്മൾ Cr H2O അപ്പോൾ 4 അകത്ത് വരും. ദെൻ 2 ക്ലോറിൻ അകത്ത്, ഒക്ടൈറ്റലാക്കണ്ടേ, 1 ക്ലോറിൻ പുറത്ത്, പിന്നെയോ 2 H2O പുറത്ത്. ഇതാണ് കോംപ്ലക്സിൻ്റെ ഫോർമുല വരിക. അങ്ങനെയാണെങ്കിൽ
how many moles of AgCl will be precipitated? How many moles of AgCl will be precipitated എന്ന് വെച്ചാൽ corresponds to this chlorine, just 1 mole AgCl is precipitated. 1 mole AgCl is precipitated. 1 mole AgCl is precipitated. കേട്ടല്ലോ? Now 23. Consider the following equations. 2Fe2 plus H2O2 giving Xa plus Yb in basic medium. 2MnO4 minus plus 6H plus 5H2O2 gives X dash C, Y dash D and Z dash E in acidic medium. Sum of stoichiometric coefficients are balancing ആണ്, redoxal equation ആണ്. The first one, Fe2 plus H2O2 giving Fe3 plus and ഇവിടെ Fe2 plus undergoes oxidation ആണ്, H2O2 acting as oxidizing agent ആണ്. അപ്പോൾ Fe2 plus become Fe3 plus and H2O2 and Fe2 plus undergoes oxidation, H2 undergoes reduction, so it become H2O. ഇത് ഫോം ചെയ്യുക H2O. ഇത് ബാലൻസ് ചെയ്യുകയാണെങ്കിലോ the difference ഇവിടെ 1. So 2Fe2 plus H2O2 giving 2Fe3 plus 2H2O. ഓക്കെ, ഇനി ഇവിടെ ഹൈഡ്രജൻ ബാലൻസ് ചെയ്യണം. ഇവിടെ നമ്മോട് എ ആൻഡ് ബി എന്നേ പറഞ്ഞിട്ടുള്ളൂ, ബേസിക് മീഡിയം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ബേസിക് മീഡിയം ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 2H2O അല്ലേ, 2H2O. അപ്പോൾ ടോട്ടൽ 4H ആയില്ലേ. ഇവിടെ H2O2ക്ക് 2H അല്ലേ ഉള്ളൂ. അപ്പോൾ 2H പ്ലസ് ഇവിടെ ആഡ് ചെയ്യണം, നമ്പർ ഓഫ് H പ്ലസ് ബാലൻസ് ആവാൻ. ആൻഡ് H പ്ലസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ സെയിം നമ്പർ OH രണ്ട് സൈഡിലും ആഡ് ചെയ്യണം, വേണ്ടേ? OH അവിടെയും OH ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമുക്ക് എന്ത് കിട്ടി? 2Hന് കറസ്പോണ്ടിങ് ആയിട്ട് 2H വന്നു. അപ്പോൾ ഇവിടെ 2H2O ഇവിടെ വന്നു, 2H2O ഇവിടെ വന്നു, ഇവിടെ 2OH മൈനസ് വന്നു, 2H2O ക്യാൻസലായി. Now final equation is 2Fe2 plus H2O2 giving 2Fe3 plus and 2OH minus. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ എല്ലാം 2 അല്ലേ വന്നേ. അപ്പോൾ 2Fe2 plus H2O2 and 2Fe3 plus and 2OH minus. ചാർജോ 2 × +2 +4, ഇവിടെ 2 × +3 6 പ്ലസും 2 മൈനസും +4, അതെല്ലാം ബാലൻസ് ആയി. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് 2Fe3 പ്ലസും 2OH മൈനസും. അത് കറക്റ്റായിട്ടുണ്ടല്ലോ, കറക്റ്റായിട്ടുണ്ട്. ഇനി രണ്ടാമത്തത് പെർമാംഗനേറ്റിൻ്റെ ബാലൻസിങ്. MnO4 മൈനസ് പ്ലസ് H2O2 ഗിവിങ് എന്താ ഉണ്ടാവുക? ആസിഡിക് മീഡിയം അല്ലേ, മീഡിയം ആസിഡിക് ആണ്. MnO4 മൈനസ് ബിക്കം Mn2 പ്ലസ് and H2O2 become O2. Now ഡിഫറൻസ് പറയുമ്പോൾ MnO4 into Mn2 plus differ by 5 ആണ്, and H2O2 into O2 differ by 2 ആണ്. സോ മൾട്ടിപ്ലിക്കേഷൻ കൊടുത്താൽ 2MnO4 1 മൈനസ് പ്ലസ് 5H2O2 ഗിവിങ് 2Mn2 പ്ലസ് 5O2. ഇതാണ് ബാലൻസ് വരെ. ചാർജ് കൂട്ടി നോക്കൂ, ചാർജ് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ആസിഡിക് മീഡിയം അല്ലേ, 2 മൈനസ് 2, ഇപ്പോഴും 2 × +2 +4. അവിടെ H പ്ലസ് ആഡ് ചെയ്യണം, ഇവിടെ രണ്ടും ടോട്ടൽ 6H പ്ലസ് ആഡ് ചെയ്യണം അല്ലേ, പ്ലസ് 6H പ്ലസ് ആഡ് ചെയ്യുക. അപ്പോൾ അപ്പുറം 3H2Oയും ആഡ് ചെയ്യുക, 3H2O ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടി ഫൈനൽ ഇക്വേഷൻ? 2MnO4 1 മൈനസ് പ്ലസ് 5H2O2 പ്ലസ് 6H പ്ലസ് നമുക്ക് തന്നിട്ടുള്ള ഇതും കിട്ടി. ഗീവ്സ് X dash C 2Mn2 പ്ലസ് 5O2 പ്ലസ് 3H2O. ശരിയല്ലേ? ഇവിടെ X ഡാഷ് Y ഡാഷ് Z ഡാഷ്. ഇപ്പോൾ 2 പ്ലസ് 5 പ്ലസ് 3 എത്രയാ? 5 + 3 8 + 2 10 കിട്ടിയിട്ടുണ്ട്. പിന്നെ എക്സും വൈയും അതും കൂടെ സം ചെയ്യണം. എക്സും വൈ എത്ര? 2 + 2 4 അല്ലേ. അപ്പോൾ ഇവിടെ 4 ആണുള്ളത്. ആൻഡ് 4 + 10 it is 14. The answer is 14. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ആക്ച്വലി റിഡോക്സിലെ റിയാക്ഷൻസ് ആണെങ്കിലും ഡിയാൻഡഫിലെ പെർമാഗ്നറ്റിൻ്റെ റിയാക്ഷൻസും അയണിൻ്റെ റിയാക്ഷനുമാണ്. ബട്ട് ആക്ച്വലി ക്വസ്റ്റ്യൻ ബിലോങ്സ് ടു റിഡോക്സ് കോൺസെപ്റ്റ് ആണ്, റിഡോക്സ് ബാലൻസിങ്ങിൻ്റെ ബേസിലാണ്. ബാലൻസിങ് ഈ ചാപ്റ്റർ അല്ലാത്തതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല, കേട്ടല്ലോ. Now 24. The total number of coordination sites in ethylene diamine tetraacetate is
EDTA അകത്തുള്ള നമ്പർ ഓഫ് കോർഡിനേഷൻ സൈറ്റ്സ് ആണ്. ഇറ്റ് ഈസ് 6 ആണ്. അതെങ്ങനെയാ? CH2 CH2 N N then CH2 COO minus CH2 COO minus CH2 COO minus CH2 COO minus. ഇതിൽ നൈട്രജനിൽ ലോൺ പെയർ ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സൈറ്റ്സ് ഏതൊക്കെയാണ്? 1 2 3 4 5 6. ഈ 6 സൈറ്റിലൂടെയാണ് അവരെന്ത് ഫോം ചെയ്യുക? ബോണ്ട് ഫോം ചെയ്യുക. വേണമെങ്കിൽ ഒന്ന് വരച്ച് കാണിക്കാം അതെങ്ങനെയാണ് ഫോം ചെയ്യുക എന്നുള്ളത്. കണ്ടോളൂ. ഇതാണ് CH2 CH2. ഞാൻ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നു. N N. ഇവിടെ സെൻട്രൽ മെറ്റൽ. ഓക്കെ. ദെൻ CH2 COO minus CH2 COO minus then CH2 COO minus CH2 COO minus. ഓക്കെ. നൗ ലിങ്കേജ് ഉണ്ടാക്കണം. എന്നിലെ ലോൺ പെയർ വെച്ചിട്ട് ഒരു കോർഡിനേഷൻ, ഇതുകൊണ്ട് രണ്ടാമത്തെ കോർഡിനേഷൻ 3 4 5 6. സോ ഒക്ടാഹിഡ്രൽ. ഓക്കെ. ഇതാണ് UDTA കീലേഷൻ കോംപ്ലക്സേഷൻ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിങ്ങുകളൊന്ന് കൗണ്ട് ചെയ്തിട്ട് റിങ് നമ്പർ 1 ഇവിടെ റിങ്ങുകൾ ജസ്റ്റ് ഒന്ന് നോക്കൂ. ഇത് റിങ് 1, റിങ് 2, റിങ് 3, റിങ് 4, റിങ് 5. സോ 5 റിങ്സ് ആർ ദെയർ. 5 റിങ് ഉണ്ട്. ഇനി ഓരോ റിങ്ങിലും എത്ര മെമ്പേഴ്സ് ഉണ്ട് നോക്ക്. 1 2 3 4 5. 5 മെമ്പേർഡ് റിങ്ങാണ്. ദെൻ 1 2 3 4 5 5 മെമ്പേർഡ്. 1 2 3 4 5 5 മെമ്പേർഡ്. 1 2 3 4 5 5 മെമ്പേർഡ്. സോ 5 മെമ്പേർഡ് റിങ്സ് ആണ് 1 EDTA ഫോം ചെയ്യുക. 1 EDTA molecule can form 5 membered rings with the central atom. The extra stabilization is due to this type of chelation ആണ്. The extra stabilization is due to this type of chelation. ഇപ്പോൾ ഒരു കീലേഷൻ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ഒരു സ്റ്റെബിലൈസേഷൻ ഇവിടെ വന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അപ്പോൾ എക്സ്ട്രാ സ്റ്റെബിലൈസേഷൻ 5 മെമ്പേർഡ് റിങ്സ്. ഓക്കെ. ഈ EDTയുടെ 2 ആപ്ലിക്കേഷൻ, ഒന്ന് കാൽസ്യം 2+ റിമൂവ് ചെയ്യുക വഴി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാം. ബോഡിയിലെ ലെഡ് അയോൺസിനെ റിമൂവ് ചെയ്യാൻ എന്ത് ചെയ്യാം? EDTA യൂസ് ചെയ്യാം കോംപ്ലക്സേഷൻ വഴി. കാരണം ഈ രീതിയിൽ കാൽസ്യമായിട്ടും ലെഡുമായിട്ടും കോംപ്ലക്സ് ചെയ്യപ്പെട്ടാൽ ആ EDTയുടെ കൂടെ കാൽസ്യം ലെഡ് എന്ത് ചെയ്യും? ലീവ് ചെയ്യും പെട്ടെന്ന്. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ടുഡേസ് ഡിസ്കഷൻ ഈസ് നമ്പർ ഓഫ് ബ്രിഡ്ജിങ് CO ligands in Mn2CO10 ഈസ്. ഇവിടെ മെറ്റൽ കാർബോണിൽസ് അതൊന്ന് ശ്രദ്ധിച്ചുകൊണ്ടു. മെറ്റൽ കാർബോണിൽസ് ഇവിടെ മെറ്റലും കാർബൺ മോണോക്സൈഡ് ലിഗാൻഡും. ഇത് ന്യൂട്രൽ ലിഗാൻഡ് ആണ്. ആൻഡ് മെറ്റൽ 0 സ്റ്റേറ്റിലാണ്. ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ NCERT കൊടുത്തിട്ടുണ്ട്. ചോദിച്ച Mn2CO ആണ്. മാംഗനീസ് ദെൻ 10 CO ഉണ്ട് അല്ലേ? 10 COs ഉണ്ട്. CO 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 CO. ഇതിലൊട്ടും എന്തില്ല? ബ്രിഡ്ജിങ് ആയിട്ട് ആരും ഇല്ല. ഇതിൽ എല്ലാം ഡയറക്റ്റ്ലി ബോണ്ടഡ് സെൻട്രൽ മെറ്റലാണ്. സോ ഇറ്റ് ഈസ് 0 ഈസ് ദി ആൻസർ. നോ 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 അല്ലേ? അവിടെ ഒന്നുമില്ല. ഓക്കെ. എന്നാൽ ബ്രിഡ്ജിങ് വരുന്ന ആളുകളൊക്കെ ഉണ്ട്. പിന്നെ ഒക്ടാ കാർബൺ ഡൈക്കോബാൾട്ടിൻ്റെ കേസിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് കോംപ്ലക്സ് എന്ത് വരാം? നമ്മൾ NCERT കുറേ ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം പോയി ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ മെറ്റൽ കാർബണിൽസിൻ്റെ കേസ് നമുക്കറിയാം. ഈ കാർബണിൽ എന്ന പൈ ആസിഡ് ലിഗാൻഡ് ആണ്. ഇവിടെ ലിഗാൻഡ് മെറ്റലിലേക്ക് ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ മെറ്റൽ ആക്സെപ്റ്റർ ആണ്. സോ മെറ്റൽ ടു ലിഗാൻഡ് സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. അവിടെ ലിഗാൻഡ് ടു മെറ്റൽ സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. അതേസമയം ഇങ്ങനെ എല്ലാ ലിഗാൻഡുകളും മെറ്റലിലേക്ക് ഇലക്ട്രോൺ ഡെൻസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ മെറ്റലിലെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും. അപ്പോൾ ലിഗാൻഡിൻ്റെ empty ഓർബിറ്റിലേക്ക് മെറ്റൽ എന്ത് ചെയ്യും? തിരിച്ച് ആ ഇലക്ട്രോൺ ഡെൻസിറ്റിയെ ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ പൈ ബാക്ക് ബോണ്ട് എന്ന് പറയാം. മെറ്റൽ ടു ലിഗാൻഡ് പൈ ബാക്ക് ബോണ്ട് എന്ന് പറയാം. ഇത് രണ്ടും കൂടെ മെറ്റൽ ലിഗാൻഡ് ബോണ്ടിന് എക്സ്ട്രാ സ്റ്റെബിലൈസേഷൻ കിട്ടും. കോംപ്ലക്സ് ഹൈലി സ്റ്റേബിൾ ആവുകയാണ് ചെയ്യുക. മനസ്സിലായോ? മെറ്റൽ ടു ലിഗാൻഡ് ഷിഫ്റ്റ് ബാക്ക് ബോണ്ട് ഉള്ളത് കൊണ്ട് അതിനെന്താണ്? ആ മെറ്റൽ ലിഗാൻഡ് ബോണ്ട് എക്സ്ട്രാ സ്റ്റേബിൾ ആണ്. അത് നമ്മൾ
സിനർജിക് ഇഫക്റ്റ് എന്നും പറയാറുണ്ട്. സിനർജിക് ഇഫക്റ്റ്. ഇനി മറ്റൊരു കാര്യം എസ്പെഷ്യലി മെയിനായൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? ഇവിടെ മെറ്റൽ തിരിച്ച് ഡൊണേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ എങ്ങോട്ടാണ് പോകാമെന്നറിയോ? ഈ ലിഗാൻഡിൻ്റെ ഹോമോയിലേക്കാണോ അതോ ല്യൂമോയിലേക്കാണോ? എന്താണ് ഹോമോ, എന്താണ് ല്യൂമോ? ഹോമോ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ. ല്യൂമോ എന്ന് പറഞ്ഞാലോ ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ. ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റലിലേക്കാണ് പോവുക. CO എന്ന് പറഞ്ഞാൽ ഐസോ ഇലക്ട്രോണിക് വിത്ത് നൈട്രോജൻ അല്ലേ? അപ്പോൾ നൈട്രോജൻ ആകുമ്പോൾ അവിടെ എന്താണ് പൈ 2pxും പൈ 2pyയും എന്താണ് ഫില്ലായിട്ടുണ്ട്. പൈ 2px ആൻഡ് പൈ 2py ഫില്ലായിട്ടുണ്ട്. സിഗ്മ 2pzും ഫില്ലായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് പൈ സ്റ്റാർ 2pxും പൈ സ്റ്റാർ 2. നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ട ഓർബിറ്റൽ ഏതാണ്? പൈ സ്റ്റാറയാണ്. അപ്പോൾ മെറ്റൽ തിരിച്ച് ഡൊണേറ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ആൻറ്റി ബോണ്ടിങ്ങിലേക്കാണ് മെറ്റൽ തിരിച്ച് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുക. എങ്ങോട്ടാണ്? ആൻറ്റി ബോണ്ടിങ്ങിലേക്കാണ്. ആൻറ്റി ബോണ്ടിങ്ങിലേക്ക് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ CO ബോണ്ട് ഓർഡർ കുറയും. സോ മെറ്റൽ CO ബോണ്ടിങ്ങിൽ മെറ്റൽ ഡോണറായി കഴിഞ്ഞാൽ ഈ CO ബോണ്ട് ഓർഡർ കുറയും. വൈ? ആൻറ്റി ബോണ്ടിങ്ങിൽ ഇലക്ട്രോൺ എന്ന ബോണ്ട് ഓർഡർ കുറയാൻ ചെയ്യുക. BMO മൈനസ് ABMO/2 ആണ്. അപ്പോൾ ആൻറ്റി ബോണ്ടിങ്ങിലേക്ക് ഇലക്ട്രോൺ വന്നാൽ ബോണ്ട് ഓർഡർ കുറയും. അതേസമയം ഇവിടുത്തെ ബോണ്ട് ഓർഡർ കൂടും. ആണ് മെറ്റൽ കാർബൺ ബോണ്ട് എന്താവുകയാണ്? ഡബിൾ ബോണ്ടിലേക്ക് പവർ വരികയാണ്. അവിടെ ബോണ്ട് ഓർഡർ കൂടും, എന്നാൽ കാർബണിൽ ബോണ്ട് ഓർഡർ കുറയും. അതേസമയം ബോണ്ട് ലെങ്ത് ആണെങ്കിലോ ബോണ്ട് ഓർഡർ കുറഞ്ഞാൽ ഇവിടെ ബോണ്ട് ലെങ്ത് കൂടും, ഇവിടുത്തെ ബോണ്ട് ലെങ്ത് കുറയും. ബോണ്ട് സ്ട്രെങ്ത് ആണെങ്കിലോ MC ബോണ്ട് സ്ട്രെങ്ത് കൂടും, CO ബോണ്ട് സ്ട്രെങ്ത് കുറയും. അപ്പോൾ ഇത്രയും ഡാറ്റ ഓർത്ത് വെക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യപ്പെടാം, ഈ മെറ്റൽ കാർബണിൽ ഏതിലാണ് ബോണ്ട് ഓർഡർ കൂടുതലൊക്കെ ചോദിച്ചേക്കുക. ആ സമയത്തൊക്കെ ഈ രീതിയിൽ എന്ത് ചെയ്യുക, അനലൈസേഷൻ കൊടുക്കുക. പിന്നെ മെറ്റലിൻ്റെ ഡൊണേറ്റിംഗ് ടെൻഡൻസി എന്ന് പറഞ്ഞാൽ മെറ്റൽ വിത്ത് മോർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ മോർ ഡൊണേറ്റിംഗ് ആണ്. ആൻഡ് മെറ്റൽ അയോൺസ് വിത്ത് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ അതിൽ നെഗറ്റീവ് ചാർജുള്ള ആൾ മോർ ഡൊണേറ്റിംഗ് ദാൻ ന്യൂട്രൽ ചാർജ് മോർ ഡൊണേറ്റിംഗ് ദാൻ പോസിറ്റീവ് ചാർജ്. സോ മെറ്റൽ വിത്ത് പോസിറ്റീവ് ചാർജ് ലീസ്റ്റ് ഡൊണേറ്റിംഗ് ആവും. മെറ്റൽ വിത്ത് മോർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ആദ്യം നോക്കേണ്ടത് മെറ്റൽ വിത്ത് മോർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അതാണ് മോർ ഡൊണേറ്റിംഗ് ആവുക. രണ്ടാമത് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ മെറ്റൽ വിത്ത് നെഗറ്റീവ് ചാർജാണ് ഇതേ മോർ ഡോണർ ആവുക. പിന്നെ ന്യൂട്രൽ, പിന്നെ ആരാണ് പോസിറ്റീവ് ചാർജ് ഉള്ള ആൾ. ക്ലിയർ അല്ലേ? ഇത്രയാണ് ഇന്നത്തെ ഒരു സെക്ഷൻ ഉള്ളത്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ചാപ്റ്ററിൻ്റെ പല ഭാഗങ്ങളും ടച്ച് ചെയ്യുന്ന നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത പല റീജിയനിലും നമ്മൾ എന്ത് ചെയ്തു, സ്ട്രെസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്ത് ചെയ്യാൻ, നല്ലപോലെ പഠിക്കാൻ, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ JEE മെയിൻ ക്വാളിഫൈ ചെയ്യാൻ, നല്ല കോളേജിലേക്ക് എത്തിപ്പെടുക. കേട്ടല്ലോ? ഓക്കെ, ദെൻ ഓൾ ദി ബെസ്റ്റ്. ബൈ.